Namaste and good morning, good evening to everyone. Namaste. As usual, we will again start with a bhajan. ഒരു ഗുരുഭജന കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. वाके गुरु वाके गुरु वाके गुरु जी बोलो वाके गुरु वाके गुरु वाके गुरु वाके गुरु वाके गुरु जी बोलो सत्यनाम 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 जी बोलो सत्यनाम सत्यनाम बोलो सत्यनाम 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 जी बोलो सत्यनाम नित्य नित्य जपिए तेरे नाम जी बोलो नित्य नित्य जपिए बोलो नित्य नित्य जपिए तेरे नाम जी बोलो नित्य नित्य जपिए सत्यनाम 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 जी बोलो सत्यनाम 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 जी बोलो सत्यनाम राम 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 जी बोलो बोलो राम 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 जी बोलो सत्यनाम 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 जी बोलो सत्यनाम 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 जी बोलो सत्यनाम हरि 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 जी बोलो हरि 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 बोलो हरि 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 जी बोलो हरि नित्य नित्य जपिए हरि नाम जी बोलो नित्य नित्य जपिए नित्य नित्य जपिए हरि नाम जी बोलो नित्य नित्य जपिए हरि नाम जी. ഓക്കെ, സോ ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് എനിക്ക് അവസാനത്തെ ക്ലാസ്സാണ് നമ്മുടെ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സന്തോഷം തന്നെയാണ്. എൻ്റെ ബാല്യകാല സുഹൃത്തും ഞങ്ങൾ സ്കൂളിൽ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് പഠിച്ച ഒരു വലിയൊരു സുഹൃത്ത് ബാലഗോപാലൻ ഇന്ന് ഇവിടെ ക്ലാസ് വരാമെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ട് അദ്ദേഹം. ബാലു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ബാലു, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് ഇൻ. ബാലു ഈ ക്ലാസ്സുകളിലൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടില്ലെങ്കിലും എല്ലാ വീഡിയോ റെക്കോർഡിങ്ങും കേട്ട് അതിന് വളരെ സുദീർഘമായിട്ടുള്ള എന്താ പറയുക കമൻറ്റുകളും എല്ലാം അയച്ചു തരാറുണ്ട്. എനിക്ക് കേട്ട ഉടനെ തന്നെ വരും. 1-2 പേജൊക്കെയുള്ള ചിലപ്പോൾ നീളത്തിലുള്ള കമൻറ്റുകളും വളരെ വളരെ അഗാധമായിട്ടുള്ള ഫിലോസഫി എടുത്ത് സമ്മറൈസ് ചെയ്തിട്ട് നമ്മുടെ ആ ക്ലാസ്സിൽ അന്ന് പറഞ്ഞിരിക്കുന്ന സംഗതികളെ സംക്ഷിപ്തമായിട്ട് വിവരിച്ചുകൊണ്ട് എനിക്ക് എഴുതാറും എനിക്ക് വലിയൊരു പ്രോത്സാഹനം തരുന്നൊരു വ്യക്തിയുമാണ് ബാലഗോപാൽ. നന്ദി, വളരെ വളരെ നന്ദി. എറണാകുളത്തെ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് ബാലു താമസിക്കുന്നത്. ബാലു 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഹലോ, കേൾക്കുന്നുണ്ട് ബാലു, പറയൂ. ഇല്ല, ഒന്നുമില്ല. സതീശ് പറഞ്ഞതൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ് എന്നുള്ളതിൽ എനിക്കൊരു പ്രോത്സാഹനം തന്നാണ്. പഴയൊരു ഇതെന്നുള്ളതിലാണ്. ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക്. ഗീത ക്ലാസ്സുകൾക്ക് ഞാൻ ഇതിനു മുമ്പ് സതീശിന്റെ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ ചെറുപ്പം പോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, ഒരു കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ കുറേശ്ശെ ഓരോന്ന് കേട്ട് ഇതാവാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞതൊന്നും അത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട നിങ്ങളാരും. അത്രയ്ക്കൊന്നും വിവരമില്ല എനിക്ക്. എന്തായാലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണല്ലോ വേണ്ടത്. നമുക്ക് ഒരു ഭഗവത്ഗീത ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിനോടൊരു ഇൻട്രസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ജിജ്ഞാസ എന്നുള്ളൊരു ഇതിലാണ് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർക്ക് വേണ്ടത്. അതുണ്ടെങ്കിലാണ് ഗുരുക്കന്മാർക്ക് ഇത്ര ഇത് വരിക. അപ്പൊ അത് സതീശിനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗുരുവായിട്ട് തന്നെ കണക്കാക്കിക്കോളാം ഈ ക്ലാസ്സിന്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ബാലു സാഹിത്യത്തിലും ആത്മീയമായിട്ടുള്ള വളരെ ഗഹനമായിട്ടുള്ള പ്രബന്ധങ്ങളൊക്കെ നമ്മുടെ കരയോഗം മാഗസീനിലൊക്കെ എഴുതുന്നുണ്ട്. അതൊക്കെ മലയാളത്തിൽ വളരെ വളരെ നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യും. അതുപോലെ കവിതകൾ എഴുതും, എന്താ പറയുക, കീർത്തനങ്ങൾ, ഇതൊക്കെ സ്വന്തമായിട്ട് രചിച്ച് നമ്മുടെ തന്നെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള ജയശങ്കറിനെ കൊണ്ട് സംഗീതം ഇട്ട് പാട്ടുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് മതി സതീഷ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ അധികം പറയുന്നില്ല, ക്ലാസ്സിലേക്ക് കിടക്കാം. വളരെ സന്തോഷം. എല്ലാരും ഇതില് എന്നെ കണ്ട് ഇതായതിന് സന്തോഷം. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം.
ഇന്ന് 18-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ പോർഷനാണ് നമ്മൾ കിടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിലേക്ക് നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത് ഭക്തിയുടെ വിശേഷണങ്ങളെ പറ്റിയിട്ടാണ്. കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും എല്ലാം വിശദമായിട്ട് തന്നെ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അത് 18-ാം അധ്യായത്തിലൊരു ആകത്തുക എന്നുള്ള നിലയിലാണ് അത് പറയുന്നത്. അത് നൗ വി ഹാവ് റീച്ച്ഡ് ദറ്റ് സ്റ്റേജ് വെർ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഡിവോഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ആ ഡിവോഷൻ കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങളെയും ഒക്കെ ആണ് ഇനിയും സംസാരിക്കുന്നത്. അപ്പോൾ ആ എന്താ പറയുക, ഭക്തിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു ചിത്രലേഖയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് വിധത്തിലുള്ള, അതായത് എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസ് ആൻഡ് ന്യൂ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നതായിട്ടുള്ള ആ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ആത്മശക്തിയുടെ രൂപവും കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആത്മശക്തിയുടെ രൂപവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നും അത് നമുക്ക് എല്ലാം ആവാഹിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ടുവന്ന് നമ്മളുടെ തന്നെ പ്രവർത്തനങ്ങളെ, ചിന്തകളിലും പ്രവർത്തനങ്ങളിലേക്കും എടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അത് ഭക്തിയോടുകൂടി എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഭക്തിയോഗത്തിൽ പറഞ്ഞു തന്നത്. അതിന് ശേഷം പിന്നെ വേറൊരു വളരെ ഗഹനമായിട്ടുള്ള ഒരു തത്വം, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള തത്വം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ദ ഭഗവത്ഗീത ആസ് ഇൻ Gita-Intelligence, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അവിടെ നമ്മളിവിടെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മാതിരി നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളുടെ പ്രവർത്തന മേഖലകളെല്ലാം നമുക്ക് മൂന്നായിട്ട് അതിനെ നമുക്ക് വേർതിരിക്കാം. ഒന്ന് പാസ്റ്റ്, കഴിഞ്ഞു പോയത്, ഇന്ന് പ്രസന്റ്, ഇപ്പോൾ ഉള്ളത്, പിന്നെ ഫ്യൂച്ചർ, അതായത് ഇനി വരാൻ പോകുന്ന സംഗതികൾ എന്നുള്ള നിലയിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് പ്രസന്റിൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. വിത്തൗട്ട് റിഗ്രറ്റ്സ് ഓഫ് ദ പാസ്റ്റ് ഓർ ആങ്സൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ ആൻഡ് അജിറ്റേഷൻസ് ഇൻ ദ പ്രസന്റ്. ഇത് എല്ലാം മൂന്നും നമുക്ക് മാറ്റി നിർത്താം. 3 വിധത്തിലുള്ള നമ്മളുടെ മനസ്സിൻ്റെ ചഞ്ചലതകളെയും മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ജീവിത വിജയത്തിന് വേണ്ട ഒരു ഫോർമുല. അതായിരുന്നു 3:30, 3-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ മാതിരി ഇന്നത്തെ ഈ പ്രസന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ പ്രസന്റിൽ നമുക്ക് സാധാരണ എന്താ പറ്റുക എന്ന് വെച്ചാൽ, നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിട്ട് അതിൻ്റെ ആകാംക്ഷയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ ദർ ആർ ലോട്ട്സ് ഓഫ് സിറ്റുവേഷൻസ് വേർ വി വിൽ ബി ഐദർ അണ്ടർ ഹോപ്പ് ഓർ ഡെസ്പയർ. അപ്പോൾ പീരിയോഡിക് ഹോപ്പ് ആൻഡ് ഡെസ്പയർ എന്നുള്ള സ്റ്റേറ്റിലേക്ക് വരിക. ഫ്ലീറ്റിംഗ് സാറ്റിസ്ഫാക്ഷൻസ്, അതായത് ചിലപ്പോൾ തൃപ്തി ഉണ്ടാവും, ചിലപ്പോൾ തൃപ്തി ഇല്ലാണ്ടിരിക്കുക. ഹാപ്പിനെസ്, അതുപോലെ സന്തോഷം. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നലും, മുമ്പോട്ട് പോകുന്നില്ല, പുറകോട്ടാണ് പോകുന്നത് എന്നുള്ള തോന്നലും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി നമ്മൾ ചഞ്ചലമായിട്ടിരിക്കുന്ന ആ ഒരു ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട്, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹോപ്പ് ആൻഡ് ഡെസ്പയറിന് അടിമപ്പെട്ടു പോകും നമ്മൾ. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ അജിറ്റേഷൻസ് വരാം ഇന്നത്തെ പ്രസന്റിൽ ബിക്കോസ് ഓഫ് ദാറ്റ്. ആൻഡ് യുനോ നമ്മളുടെ തന്നെ ജീവിതത്തിൽ പല 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 സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇന്നത്തെ ലോകത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല വിധത്തിലുള്ള വികാര വിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാവാം. ഹെയ്റ്റ്, ജലസി, ആങ്കർ, എൻവി, ഫിയർ, ലസ്റ്റ്, സ്ലോത്ത് ആൻഡ് ഇൻഫാച്ചുവേഷൻ. അങ്ങനെ പല വിധത്തിലുള്ള മനസ്സിൻ്റെ വികല്പങ്ങളെ അടിമപ്പെട്ട് നമ്മൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണ് ഈ പറയുന്ന ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന അജിറ്റേഷൻസും, അത് ആ പറയുന്ന അജിറ്റേഷൻസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇംപ്രഷൻസ് ഒക്കെ സത്യത്തിൽ പറഞ്ഞാൽ പിന്നീട് അവിടെ കിടന്നുകൊണ്ട് അത് ഇനി വരാൻ പോകുന്ന നമ്മളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അത് വീണ്ടും അത് നമ്മളുടെ ഫോക്കസിനെ അപഹരിച്ചു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ആവുന്നു. ഹേറ്റ്രഡ്, ജലസി, ആങ്കർ, എൻവി, ഫിയർഫുൾനെസ് ആൻഡ് ലസ്റ്റ്ഫുൾനെസ് ആൻഡ് ലേസിനെസ് എന്നൊക്കെ പറയുന്ന ഇംപ്രഷൻസ് അപ്പോൾ ഇതിലേക്ക് ഈ പ്രസന്റിലേക്ക് വരുന്നു. ആ പ്രസന്റിൽ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നമ്മൾ ഒരു തരം ലൂപ്പ്, എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വീണുപോവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രോസസ്സിൽ ചിന്തിക്കാണ്ട്, ക്വാളിറ്റിയെ പറ്റി ചിന്തിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യക്ഷമതയെ പറ്റിയും അല്ലെങ്കിൽ അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തിൽ നിന്ന് മാറി ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും
അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ചിന്തയിൽ അകപ്പെട്ട് ജീവിക്കുന്ന പ്രവർത്തിക്കുന്നതിനെയാണ് കർമ്മബന്ധങ്ങളിൽ അടിമപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്ന ബോണ്ടേജ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന സക്സസ് ഫോർമുല 330 പറഞ്ഞ സക്സസ് ഫോർമുല അത് ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന മനസ്സിന്റെ ഒരു ഫ്രീഡം വിത്തൗട്ട് ബീങ് അജിറ്റേറ്റഡ് ബൈ in the present because of the anxieties of the future as well as the regrets of the past. ഇതൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന ആ ഒരു മനസ്സിന്റെ ഫ്രീഡം, അതാണ് ലിബറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ദ ബോണ്ടേജ് ആൻഡ് ലിബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരുന്നത്? അതൊന്ന് നമുക്ക് ഇത് പല അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു സമ്മറി എന്നുള്ള നിലയിൽ മാത്രം പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ നടുവിലത്തെ ലൈനിൽ ശ്രദ്ധിച്ചാൽ മതി. പോയിന്റ് എടുക്കാം. ഓക്കെ, ഇൻഫൈനൈറ്റ് ബിക്കംസ് ദ യൂണിവേഴ്സൽ, ബിക്കെയിം ദ യൂണിവേഴ്സൽ. ബിക്കെയിം എന്ന് പറയുന്നത് തെറ്റാണ്, ശരിയായിട്ട് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അതിൽ നിന്ന് പിന്നെ വേറൊരു സാധനം പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അപ്പം ഇൻഫിനിറ്റിൽ നിന്ന് മാറി വേർതിരിച്ച് നിൽക്കുന്ന വേറൊരു ഒരു 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 അസ്തിത്വം അതിന് എന്നുള്ളൊരു എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് തെറ്റാണ്, അങ്ങനെയല്ല. ഇൻഫിനിറ്റ്യൂഡ്, ആ ഇൻഫിനിറ്റ്യൂഡിന്റെ ഉള്ളിലുണ്ടായതാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രപഞ്ചം, ഫിസിക്കലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, ദ മാനിഫെസ്റ്റഡ് എൻറ്റൈറ്റി, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഇൻഫിനിറ്റ്യൂഡ് എന്നാണ് അതിന് പറയുന്നത്. അതായത് കണ്ടീഷൻഡ് ആയിട്ടുള്ള ബ്രഹ്മൻ, കണ്ടീഷൻഡ് ആയിട്ടുള്ള ബ്രഹ്മനാണ് യൂണിവേഴ്സലായിട്ട് ഈശ്വരൻ, ഈശ്വര തത്വം എന്ന് നമ്മൾ പറയുന്ന ആ പ്രപഞ്ചം തന്നെ ഈശ്വര സങ്കല്പം തന്നെയാണ്, ഈശ്വരൻ്റെ തത്വം തന്നെയാണ്. അത് ഇൻഫിനിറ്റ്യൂഡിലാണ്, ബ്രഹ്മത്തിലാണ് ഉത്ഭവിച്ചത്. ആ യൂണിവേഴ്സലിൻ്റെ ഉള്ളിലുള്ള നമ്മളൊക്കെ, നമ്മളുടെ ഉള്ളിൽ സത്യത്തിൽ പറഞ്ഞാൽ ഓരോ ജീവനും ജനിക്കുമ്പോൾ ആ ഉള്ളിൽ ഉള്ളൊരു സ്പന്ദനം ഉണ്ടാവുന്ന, പ്രാജ്ഞ ഉണ്ടാവുന്നത് ഈ യൂണിവേഴ്സൽ എനർജീസിനെ എടുത്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. യൂണിവേഴ്സൽ എനർജീസ്, ഈശ്വര തത്വമാണ് നമ്മളുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാജ്ഞയായിട്ട് വരുമ്പോൾ അത് ആ ബ്രഹ്മത്തിൻ്റെ തന്നെ സ്പന്ദനമാണ്. പക്ഷേ അത് ഇമ്മീഡിയറ്റ്ലി ആ ഫിസിക്കൽ ഡിവൈസിൻ്റെ ഉള്ളിൽ വന്ന് പ്രാജ്ഞ വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിൽ ഐഡന്റിറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന രണ്ട് സംഗതികൾ നടക്കുന്നുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. അതായത് ഇത് ഞാനാണ്, ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു എക്സിസ്റ്റൻസ് എനിക്ക് തോന്നി തുടങ്ങുന്ന ഒരു സീഡ്, അതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറൻസിയേഷൻ, ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഹു ആം ഐ ആൻഡ് ഹു ഐ ആം നോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ അതിനുള്ള ബുദ്ധി ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ സുഖദുഃഖങ്ങളെ പറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള തോന്നൽ നമുക്ക് തോന്നി തുടങ്ങുന്നു. അവിടെ ഐ ആൻഡ് മീ എന്ന് പറയുന്ന ഫീലിങ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ക്യാപിറ്റൽ ഐ ആണ് പ്രാജ്ഞ വരെ നമുക്ക് ക്യാപിറ്റൽ ഐ ആണെന്ന് പറയാം. ആൻഡ് ദെൻ ഇറ്റ്സ് സഡൻലി ബിക്കംസ് ദ സ്മോൾ ഐ എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഐ, ബിക്കോസ് ഇറ്റ്സ് നൗ ഇറ്റ് ഈസ് എന്താ പറയുക, കണ്ടീഷൻഡ് ബൈ ദ ഫിസിക്കൽ നേച്ചറിൻ്റെ ഫിസിക്കലായിട്ടുള്ള ആസ്പെക്ട് ഭൂതങ്ങളിലേക്ക് വന്ന് ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ലിമിറ്റേഷൻസ് ആയിട്ട് മാറുന്നു. ഐ ആൻഡ് മീ, ഐഡന്റിറ്റി ഉണ്ടാവുന്നു, ഡിഫറൻസിയേഷൻ ഉണ്ടാവുന്നു. ഇവിടെ ശരിക്കും ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈഗോ ആൻഡ് ഓണർഷിപ്പ് എന്ന് പറയും നമ്മൾ, എന്താ പറയുക, സയന്റിഫിക് ടേംസിൽ പറയുകയാണെങ്കിൽ ഈഗോ ആൻഡ് ഓണർഷിപ്പ്. ആൻഡ് ദെൻ slowly that thing develops into a mind of emotions, connects with the senses that are getting developed and the sense organs ultimately. Avadekke I me is carried over to onward, so that we say my mind, my senses and my objects of organs of senses എന്ന് പറയുന്ന സംഗതികളിലേക്ക് ചേർന്ന് അപ്പോൾ ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് എന്താ? ദാറ്റ് ഐ, ദ ക്യാപിറ്റൽ ഐ വിച്ച് ഐ ആം, slowly gets identified with this material conditionings and ultimately I become the intellect, mind, senses and the organs എന്ന് പറയുന്ന ആ ആകത്തുകയായിട്ട് മാറുന്നു ഞാൻ. So it is all about Brahman actually encompassing everything. അത് absolute Brahman, അതിൻ്റെ ഉള്ളിലുള്ള ഈശ്വരൻ, ആ ഈശ്വരൻ്റെ ഉള്ളിലുള്ള ഞാൻ, ആത്മാവ് പെട്ടെന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ജീവനായിട്ട് മാറുന്നു. ജീവനായി മാറി ഇന്റലക്ട്, മൈൻഡ്, സെൻസസ്, ബോഡി ഞാനാണെന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ജീവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഇന്റലക്റ്റ് ആണ് ആദ്യം നമ്മളെ പിടിച്ച് കുടുക്കി നിലത്തിടുന്നത്. ദാറ്റ് ഇന്റലക്ട് നൗ ടേക്സ് ഓൺ ദി ഐഡന്റിറ്റി ഓഫ് ദ പ്രാജ്ഞ, ദ പ്രാജ്ഞ വിച്ച് ഈസ് ദ യൂണിവേഴ്സൽ, വിച്ച് ഈസ് ദ ഇൻഫിനിറ്റ്. അപ്പൊ ബ്രഹ്മൻ ആയിട്ടുള്ള ഞാൻ
പെട്ടെന്ന് ഞാൻ എൻ്റെ ബുദ്ധിയാണ് ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് പിന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ എൻ്റെ മനസ്സാണ് എന്നുള്ള ചിന്ത എനിക്ക് വന്നു ചേരുന്നു. പിന്നെ സെൻസസ്, ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ ഉള്ള ആ ഒരു 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 വലിയൊരു യൂണിറ്റിനെയാണ് ഞാൻ സെൻസസ് എന്ന് പറയുന്നത്. അത് ഇതൊക്കെ എൻ്റെ ഞാൻ ഇതാണ് ഞാൻ എന്നുള്ള ആ ബോധവും ആൻഡ് ഓർഗൻസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദ സം ടോട്ടൽ ഓഫ് ഓൾ ദിസ് ദ ഫിസിക്കൽ ബോഡി കണ്ടീഷൻഡ് ബൈ ദ ഫിസിക്കൽ ബോഡി. നമ്മൾ കാണുന്ന ഈ പുറമേ കാണുന്നതായിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും ആണ് ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മം എവിടെയോ പോയി. അപ്പം ബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ തന്നെ കുളിച്ച് നിൽക്കുന്ന നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഇതാണെന്ന്. ഈ വളരെ ചെറുതായിട്ടുള്ള ഒരു ശരീരവും മനസ്സും ബുദ്ധിയുമുള്ള ആളാണ് എന്നുള്ള ബോധത്തിലേക്ക് വഴുതി വീഴുന്നു. അതാണ് ബോണ്ടേജ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് ബോണ്ടേജ്. ആ ബോണ്ടേജ് എങ്ങനെ സംഭവിക്കുന്നു? ഫ്രീഡത്തിൽ നിന്ന്. ഫ്രീഡം is getting lost in bondage. This is basically what happens. We are the infinitude, free and infinite. And suddenly, when it gets entrapped in the body, mind and intellect, it becomes bonded to that body, mind and intellect, and therefore starts thinking that the capital I is the small I. ഈ ചെറിയ ഞാനാണ് എന്നുള്ള ബോധത്തിലേക്ക്. ഇത് ജസ്റ്റ് ഇമാജിൻ ദിസ്. കണ്ണടച്ച് നമ്മളെ ഇത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇതാണ് ഞാൻ. പക്ഷെ സഡൻലി ഞാൻ ഐ ആം റാപ്ഡ് അപ്പ് ആൻഡ് ദെൻ ബിക്കം ബോണ്ടഡ്. എൻ്റെ കംപ്ലീറ്റ് ഫ്രീഡം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ബേസിക്കലി അവർ പ്രോബ്ലം. ഇതാണ് ഭഗവത്ഗീത ഇത്രയും 17 അധ്യായങ്ങളിൽ 18 അധ്യായങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് ഇത് നമ്മളുടെ ഒരു അബ്സല്യൂട്ട് ഐഡന്റിറ്റിയുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ മനസ്സിലാവും ഈ മനസ്സും ബുദ്ധിയും ശരീരമൊക്കെ വെറും ടൂൾസ്. ദേ ആർ ഓൺലി ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സെൽഫ്, ദ ഇൻഫിനിറ്റ് സെൽഫ് എന്നുള്ള ബോധം നമുക്ക് വരുന്നു. അപ്പോൾ ആ സെൽഫ് എന്ന് പറയുന്ന ശക്തി, ഉദരേത് ആത്മനാത്മാനം, ആ സെൽഫ് ഉപയോഗിച്ച് എൻ്റെ മനസ്സിനെയും ബുദ്ധിയും ശരീരത്തിനെ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതേ സെൽഫ് ഉപയോഗിച്ചിട്ട് എനിക്ക് അതിനെ താത്താനും സാധിക്കും. സോ ഇറ്റ് ഈസ് മൈ ഫ്രണ്ട് ആൻഡ് ആസ് വെൽ ആസ് ദി എനിമി. ആൻഡ് അത് ബോധം നമുക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സും ബുദ്ധിയും ശരീരം അതിൻ്റെ ഗുണങ്ങളെ ഒക്കെ നമുക്ക് വേർതിരിച്ചറിയുവാനും അതിനെ വേണ്ട വിധത്തിൽ പോഷിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുമായിട്ടുള്ള ഒരു ആത്മധൈര്യം നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഗീത ഈസ് ട്രൈങ് ടു ഗിവ്. അപ്പോൾ അവിടെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ആ സെൽഫ്, ഹൗ ദാറ്റ് സെൽഫ് ഗോട്ട് എൻട്രഞ്ച്ഡ് ഇൻ ദ ഇന്റലക്ട് ഈഗോ ഇനീഷ്യലി. പ്രജ്ഞ ആ ജീവനായി മാറുന്നു. And that jiva, immediately that intellect of that jiva takes control and then assumes it as the self. Then the mind develops, mind puts on the semblance of the self. So I say that I am the mind intellect pair. Pinna organs of perceptions activated, our senses puts on the semblance of the mind. Angane cell, intellect, mind senses bodyum okke aayittu ingane കൂട്ടിക്കുഴച്ച അവസാനം ഈ ഇന്റലക്ട് മൈൻഡ് സെൻസസ് ബോഡി ഈസ് ദ സെൽഫ് എന്നുള്ള ബോധത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞത് ഞാൻ വേറൊരു വിധത്തിലാണ് കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചത്. അത് ഇനി ഗീത എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഭഗവത്ഗീത ഈസ് നൗ ടീച്ചിങ് യു ടു ഡു ദിസ്. ദാറ്റ് ഈസ് ടു എലിമിനേറ്റ് ദാറ്റ് ഈഗോ. ഈഗോ മീനിങ് നമ്മളെ ആത്മതത്വമാണ് ഞാൻ, അല്ലാണ്ട് ബോഡി മൈൻഡ് മനസ്സും ബുദ്ധിയും ശരീരവും അല്ല ഞാൻ എന്നുള്ള ബോധം. മനസ്സും ബുദ്ധിയും ശരീരവുമാണ് ഞാൻ എന്നുള്ളതാണ് ഈഗോ. അതിനെ മാറ്റി നിർത്തി ആത്മാവാണ് ഞാൻ, ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ബോധം നമ്മളുടെ മനസ്സിൽ കൂട്ടി ഉറപ്പിച്ച് കഴിയുമ്പോൾ ഈഗോ പോയി. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ എലിമിനേഷൻ ഓഫ് ഈഗോ. എങ്ങനെ സാധിക്കുക? യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു കീപ് ദാറ്റ് ഈഗോ അറ്റ് ദ ഡോർ സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഈ ഈഗോ ആണ് നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ വേറെ സെൽഫിഷ് ഈഗോ ആയിട്ട് മാറി വരാൻ പോകുന്നത്. ആ സെൽഫിഷ് ഈഗോ ആയിട്ട് മാറി വരുമ്പോൾ അത് നമ്മളുടെ ജോലികളിലും ചിന്തകളിലും ഒക്കെ, ചിന്താശക്തിയിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് അതിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ മാറ്റി നിർത്തണം ഫസ്റ്റ്. അതായത് എല്ലാവരും, ഞാനിപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷണൽ ടീം ലീഡർ ആണെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഞാനും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരേ ശക്തിയുടെ തന്നെ പല പ്രതിഫലനങ്ങളാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെയൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളിൽ
അതിൽ വേണ്ട വിധത്തിൽ കൃത്യതയോടുകൂടിയും അതിൻ്റെ കാര്യക്ഷമതയോടുകൂടിയും ഒക്കെ നമുക്ക് ചെയ്യുവാനും, അതൊക്കെ ചെയ്യുന്ന നമ്മളുടെ ടീമിലത്തെ ഓരോ മെമ്പർമാരും ഓരോ ടീം മെമ്പേഴ്സിലും അവരിലും നമുക്ക് ഈ ശക്തി വളർത്തിയെടുക്കുവാനുമൊക്കെ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ സാധിക്കും. അല്ലാണ്ട് എൻ്റെ ആവശ്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ എനിക്ക് വലിയവനാവാനോ ആയിട്ടുള്ള ഒരു ചിന്ത അല്ലാണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ലീവിങ് ദ ഈഗോ അറ്റ് ദ ഡോർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ലീഡർഷിപ്പ്. ആൻഡ് ഇൻ എനി പ്ലേസ് ലീഡർഷിപ്പ് അല്ല, നമ്മൾ പ്രവർത്തനം ഫോളോവർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ്. ഫോളോവർഷിപ്പിലും അതെ, ലീവ് ദ ഈഗോ അറ്റ് ദ ഡോർ സ്റ്റെപ്പ് ഓഫ് ഫോളോവർഷിപ്പ് ആൻഡ് ദെൻ യു ബിക്കം എ സ്റ്റാർ ഫോളോവർ വിച്ച് ഈസ് ദ റോഡ് ടു സക്സസ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പൊ അങ്ങനെ അതിനെന്താ ചെയ്യേണ്ടത്? ഡെവലപ്പ് പ്യുവർ റീസണിങ് ത്രൂ അക്വയറിംഗ് നോളജ്. അത് എന്ത് ഇപ്പം ആത്മീയമായിട്ടുള്ള ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടുതലും സംസാരിക്കുന്നതെങ്കിലും അതിൻ്റെ താഴത്തെ ലെവലിലേക്ക് നമ്മളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കുണ്ടാവുന്ന ജ്ഞാനങ്ങളെ, അത് ജ്ഞാനത്തിനെ നമുക്ക് വേണ്ട വിധത്തിൽ, അതായത് ഒരു തോട്ട് പവേർഡ് ആയിട്ടുള്ള ജോലി സ്ഥലങ്ങൾ, ചിന്താശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജോലികളിലൊക്കെ നമുക്ക് ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രപഞ്ച സത്യങ്ങളെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കലാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത്. അത് പുറമെ മെറ്റീരിയൽ നോളജ്, അതും ദാറ്റ് ഓൾസോ ഈസ് പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സൽ. അപ്പൊ അതുകൊണ്ട് അതിൽ ഡെവലപ്പ് പ്യുവർ റീസണിങ് ത്രൂ അക്വയറിംഗ് നോളജ്, റീസണിങ് കേപ്പബിലിറ്റീസ്, തോട്ട് പവർ എൻഹാൻസ്മെന്റ്. അതാണ്. എന്നിട്ടോ ആ തോട്ട് പവർ എൻഹാൻസ് ചെയ്ത് നോളജ് അക്വയർ ചെയ്ത് കഴിഞ്ഞ് മാത്രം പോരാ. യു നീഡ് ടു റിജക്ട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തിയും കൂടെ, നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തിയാണത്, അത് നമുക്ക് ഉണ്ടായി വരണം. ലൈക്സ് ആൻഡ് ഇത് കർമ്മസന്യാസത്തിൽ ഇതാണ് 5ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഗുഡ് ആൻഡ് ദ പ്ലസന്റ്. അങ്ങനെ ഇനി ഡിഫറൻഷിയേറ്റിംഗ് കേപ്പബിലിറ്റീസ്, ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റീവ് കേപ്പബിലിറ്റീസ്, വിവേകം എന്ന് പറയുന്നത് ഗുഡ് ആൻഡ് ദ പ്ലസന്റ് തമ്മിൽ വേർതിരിച്ചറിയുവാനായിട്ടുള്ള കഴിവ്, അത് ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിയാണ്. ആൻഡ് ടു റിഫ്ലക്ട് ഓൺ ദിസ്, what is good, what is pleasant, am I doing the right things without likes and dislikes, and applying the right knowledge. അത് ആ നോളജ് അക്വിസിഷൻ്റെ പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ 4ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4:36, 4:34 അതിൻ്റെ പ്രോസസ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് റിഫ്ലക്ട്, ആൻഡ് അങ്ങനെ ചിന്തിച്ച് റിഫ്ലക്ട് ചെയ്ത് മനനം ചെയ്തുകൊണ്ട് ഡ്വെൽ ഇൻ ദ സെൽഫ് ബൈ ഹാബിറ്റ്. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് സകല വിധത്തിലുള്ള നമ്മുടെ ചിന്തകളിലും സകല വിധത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ ഈ പറയുന്ന ആത്മചൈതന്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഈ ആത്മാവാണ് ഞാൻ എന്നുള്ളത് സ്വന്തം ഹാബിച്വലായി മാറും, ഹാബിറ്റായിട്ട് മാറും. അത് അല്ലാണ്ട് എന്നെ പിടിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ഭഗവത്ഗീതയിൽ അത് കേട്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ ഉപനിഷത്തുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഓരോ പ്രതിസന്ധികളിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, ജീവിതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് ഞാൻ ആത്മാവാണ്, ആത്മതത്വമാണ്, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധത്തിൽ നമുക്ക് രമിക്കുവാൻ സാധിക്കും. ആത്മരതിയോടുകൂടിയിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് ദ പാത്ത് ടു പെർഫെക്ഷൻ. അതാണ് പെർഫെക്ഷനിലേക്കുള്ള നമ്മളുടെ വഴി. ആൻഡ് അത് ഈ നോട്ട് സെൽഫ് ആയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ്? ആത്മാവ് ഇസ് ദ സെൽഫ്, ആൻഡ് ദെൻ വി ഹാവ് ദ നോട്ട് സെൽഫ്, സെൽഫ് അല്ലാത്ത സംഗതികൾ, ഇന്റലക്ട്, ഈഗോ, മൈൻഡ്, ഓർഗൻസ് ഓഫ് പെർസെപ്ഷൻ, ഓർഗൻസ് ഓഫ് സെൻസസ് ആൻഡ് ബോഡി ആൻഡ് ഓൾ ദ പ്രൊജക്ഷൻസ് ദെയർ ഓഫ്. അതൊക്കെ നോട്ട് സെൽഫാണ്, ആത്മാവല്ലാത്ത സംഗതികളാണ്. ഈ ആത്മാവല്ലാത്ത സംഗതികളെ ഐഡന്റിഫൈ ചെയ്യാനും, ഐഡന്റിഫൈ വിത്ത് ദ നോട്ട് സെൽഫ്, ഐഡന്റിഫൈ ദ നോട്ട് സെൽഫ്, ആ പാത്ത് ടു പെർഫെക്ഷനിലേക്ക് അതിൻ്റെ വീതി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് നോട്ട് സെൽഫ് എന്താണെന്നുള്ള ബോധം നമ്മളുടെ, ഇത് നമ്മൾ കേട്ടു 13ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു, ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അതിൽ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സെൽഫ് എന്താണ്, നോട്ട് സെൽഫ് എന്താണ് എന്നുള്ളത് കണ്ടു. അങ്ങനെ നമുക്ക് മുമ്പോട്ട് കയറുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയുക, പെർഫെക്ഷനെയാണ് ലിബറേഷൻ എന്ന് പറയുന്നത്. ലിബറേഷൻ, ദാറ്റ് ഈസ് ഹൗ അബ്സല്യൂട്ട് പെർഫെക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ത്രൂ ദ കൺസമ്മേഷൻ ഓഫ് ദ നോളജ് ഓഫ് ദ സെൽഫ്. ആത്മാവ് എന്താണെന്നുള്ള ബോധത്തോടു കൂടിയിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ, അതാണ് പെർഫെക്ഷൻ. ആ പെർഫെക്ഷൻ ആണ് 15ാമത്തെ അധ്യായത്തിലും 20 ശ്ലോകങ്ങളെ കൊണ്ടിട്ട് അവിടെ സമ്മറൈസ് ചെയ്തത്. അത് ഭഗവത്ഗീതയുടെ തന്നെ സമ്മറി ആയിരുന്നു. ആ സമ്മറിയെ പറ്റിയിട്ടാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ദി അബ്സല്യൂട്ട് പെർഫെക്ഷൻ ഈസ് ദ നോളജ് ഓഫ് ദ സെൽഫ്. ആത്മതത്വം എന്താണെന്നുള്ള ബോധം ഉണ്ടാവലാണ് അബ്സല്യൂട്ട് ആയിട്ടുള്ള പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരുന്ന വഴി, അല്ലെങ്കിൽ എത്തിച്ചേരൽ. ഇതാണ് ഡിവോഷൻ ടു സെൽഫ് എന്ന് പറയുന്ന ആ ഒരു
പ്രോസസ്സ്. ആ പ്രോസസ്സിൻ്റെ സമ്മറിയാണ്. അത് ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. ഈ അടുത്ത ശ്ലോകങ്ങളിലുള്ള 6-7 ശ്ലോകങ്ങളിൽ ഡൂയിങ് കണ്ടിന്യൂസ്ലി ഓൾ ആക്ഷൻസ് വാട്ട്സ് ഓവർ, എന്തും എല്ലാ സംഗതികളും ചിന്തകളും പ്രവർത്തനങ്ങളും, കംപ്ലീറ്റ്ലി സറണ്ടറിങ് എവറി ആക്ട് ടു ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, എല്ലാം ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ട് വൺ ക്യാൻ അറ്റൈൻ എറ്റേണൽ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ. ആ പെർഫെക്ഷനിലെത്താൻ ചേരാൻ സാധിക്കും. ഈ സമറൈസിങ്, കൃഷ്ണ ഈസ് നൗ summarizing and telling Arjuna what he has told so far. Sincerely offering all actions to the self. അങ്ങനെ എപ്പോഴും എല്ലാം ആത്മാവിൽ അർപ്പിച്ചുകൊണ്ട്, സെറ്റിംഗ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ് ആസ് ദ സുപ്രീം മോട്ടിവേഷൻ. എൻ്റെ എന്തും ചെയ്യാനായിട്ടുള്ള പ്രചോദനവും ആത്മസന്തോഷമാണ്. അത് തന്നെ വേണം. നമ്മൾ ആത്മസന്തോഷത്തിൻ്റെ, ജോയ്സ് ഓഫ് ദ സെൽഫിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് 2ാമത്തെ അധ്യായം മുതൽ തന്നെ കണ്ടിരുന്നു. പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്, ഹൗ ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ ദ പ്രാക്ടിക്കൽ വേൾഡ്, അത് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ സെൽഫ്. എല്ലാം ഈ ആത്മചൈതന്യം എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് സകല വിധത്തിലുള്ള ശക്തികളും എനിക്ക് തരാൻ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച്, ആ മനസ്സിനും ബുദ്ധിക്കുള്ള ശക്തിയും ഈ ആത്മചൈതന്യം തന്നെയാണ് കൊടുക്കുന്നത്. ഉപയോഗിച്ച് അതിനെ സെൽഫ് എഫേർട്ട് എന്നാണ് അതിന് പറയുന്നത്. പുരുഷാർത്ഥമാണ്, നമ്മളുടെയൊക്കെ പുരുഷാർത്ഥമാണ്. ഈ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച്, ഇല്ല ഞാൻ വീഴില്ല, ഞാൻ എണീക്കും എന്ന് പറയുന്ന ആ ശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് വരിക. സെൽഫ് എഫേർട്ട്, അതാണ് മനുഷ്യനുള്ള ഏറ്റവും വലിയ ശക്തി. ഈശ്വര കൃപ എന്ന് പറയുന്ന സെൽഫ് എഫേർട്ട്. ഓൾവേസ് ഫോക്കസ് യുവർ മൈൻഡ് ഓൺ ദറ്റ് സെൽഫ്. അങ്ങനെ ആത്മാവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, രമിച്ചുകൊണ്ട്, ആൻഡ് റിസോർട്ട് ടു ആക്ഷൻ ഇൻ ദ പ്രസന്റ്. ഇന്ന് ഈ സമയത്ത്, ഇപ്പോൾ. ഡോണ്ട് റിഗ്രറ്റ് ദ പാസ്റ്റ്, ഡോണ്ട് ബി ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ, ഡു നോട്ട് ഗെറ്റ് അജിറ്റേറ്റഡ് വിത്ത് എൻ ഇക്വാനിമസ് മൈൻഡ്, ആക്ട് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്ന ഇതെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് 1857, അതായത് 2ാമത്തെ അധ്യായത്തിലും 3ാമത്തെ അധ്യായത്തിലും 4ാമത്തെ അധ്യായത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കർമ്മതത്വങ്ങളെയൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 57ാമത്തെ ശ്ലോകം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനനം ചെയ്യാവുന്നൊരു ശ്ലോകമാണ്. ബൈ ഫിക്സിങ് യുവർ മൈൻഡ് ഓൺ ദ സെൽഫ്. ഇനിയും ഒരു പ്രോസസ്സായിട്ട് പറയുകയാണ്. സെയിം തിങ്. ബൈ ഫിക്സിങ് യുവർ മൈൻഡ് ഓൺ ദ സെൽഫ് യു ഷാൽ ക്രോസ് ഓൾ ഹേർഡിൽസ്. അങ്ങനെ എന്ത് ചലഞ്ച് വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട് ശക്തി, ആത്മചൈതന്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് പുറത്തേക്ക് വരും എന്നുള്ള ബോധത്തോട് കൂടിയിട്ട്. ബട്ട് ഇഫ് ഡ്യൂ ടു ഈഗോ, പക്ഷേ ഈഗോ കാരണം, ഈഗോ എന്ന് പറയുന്നത് എന്താ? മനസ്സും ബുദ്ധിയും ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്ത. യു ഫോർഗെറ്റ് ദ സെൽഫ് ആൻഡ് ഗോ ആഫ്റ്റർ ദ ബിയമൈ, ദെൻ യു വിൽ പെരിഷ്. അങ്ങനെ ഞാൻ വെറും മനസ്സും ബുദ്ധിയും ശരീരവുമാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ വീണാൽ അന്ന് നമ്മുടെ നാശം തുടങ്ങും. If due to ego you think that you are not capable of doing anything, എനിക്ക് ശക്തിയില്ല എന്നുള്ള ചിന്ത വന്നാൽ, then your nature will drive you to action. ശക്തിയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഇരുന്നാൽ പോലും സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഗുണങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ആ ഗുണങ്ങൾ പുറത്തേക്ക് വരും. So you are in effect acting even if you are not doing anything, because the gunas are working on your mind and intellect, and therefore even the thoughts are actions. അതൊക്കെ നമ്മൾ 4ലും 5ലും അധ്യായങ്ങളിൽ കണ്ടതാണ്. For if you are controlled by your nature born impressions, ഈ ഗുണങ്ങൾ ആണ്, ഗുണങ്ങളുടെ അല്ലെങ്കിൽ വാസനകളാണത്. വാസനകളായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. Therefore you will be forcefully driven by those against your own will, even when you do not want to do that way. നമ്മൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഗുണങ്ങൾ നമ്മളെ പുഷ് ചെയ്യും. അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള സെൽഫ് എഫേർട്ട് ഇടണം. ദ സെൽഫ് അബൈഡിങ് ആസ് ദ കൺട്രോളർ, നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, കൺട്രോളർ ആയിരുന്നുകൊണ്ട്, വിറ്റ്നസ് ആയി ഇരുന്നു കൊണ്ട്, ഇൻ ദ ഇന്നർ സൈക്കേ ഓഫ് നമ്മളുടെ അന്തര്യാമിയായിട്ട് ഇരിക്കുന്ന ആ ആത്മചൈതന്യം കോസസ് എവ്രി വൺ ടു ആക്ട് ലൈക്ക് എ പപ്പറ്റ് മൗണ്ടഡ് ഓൺ എ മെഷീൻ. ഈ പപ്പറ്റ്സ് വർക്ക് ചെയ്യുന്ന മാതിരിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ടേക്ക് കംപ്ലീറ്റ് റെഫ്യൂജ് ഇൻ ദ സെൽഫ് with all focus and intentions. By the grace of the powers of the self, you shall attain supreme peace and eternal state of perfection. അങ്ങനെ ആ ആത്മചൈതന്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അതാണ് നമ്മളുടെ ഭക്തി. ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ ശരിക്കും ഡിവോഷൻ എന്നുള്ള വാക്കിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ടേം ഇൻസ്പിരേഷൻ ആണ്. ഇൻസ്പയർഡ് ബൈ ദ സെൽഫ് ഇൻസൈഡ്. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണത് ഇൻസ്പിരേഷൻ. ദാറ്റ് ഇസ് ഡിവോഷൻ. ദസ് ഹാത്ത് വിസ്ഡം മോർ സീക്രട്ട് ദാൻ ഓൾ. ദിസ് ഈസ് ദ സീക്രട്ട്. ഇതാണ് സത്യം അർജുന, ഇതാണ് സത്യം അർജുന. ദിസ് ഈസ് നൗ ഡിക്ലയർഡ് ടു യു, ദ അൾട്ടിമേറ്റ് ജ്ഞാനം. റിഫ്ലക്ട് ഓവർ ഇറ്റ്
ചിന്തിക്കൂ, അതിനെപ്പറ്റി മനനം ചെയ്യൂ, എന്നിട്ട് ആക്ട് ആസ് യു പ്ലീസ്. അർജുന, ഞാൻ എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു, നിനക്ക് ഇനി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൃഷ്ണൻ അവസാനിപ്പിക്കുന്നത്. അതായത് ഇതിൽ വളരെ വളരെ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളും, ഈവൻ ആസ് എ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിലെ എല്ലാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരായിട്ട് കുട്ടികളെ അഡ്വൈസ് ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതാണ് മക്കളെ കാര്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇനി നിന്റെ ഇഷ്ടം എന്ന് പറയാൻ പറ്റണം. അങ്ങനെ അവർ വളർന്നിരിക്കുന്ന ആ സ്റ്റേറ്റിലെത്തിക്കഴിഞ്ഞാൽ, അതുവരെ അല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിന് വിടണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ ചെയ്തത്. ആക്ട് ആസ് യു പ്ലീസ്, ദാറ്റ് ഈസ് വാട്ട് കൃഷ്ണ സെഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. അപ്പോൾ അവിടെ എന്താണ് ഡു ആസ് യു പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിയ മാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം. അർജുനനെ പറ്റിയിട്ട് ശ്രീകൃഷ്ണന് വളരെ ബോധ്യമുണ്ടായിരുന്നു. റിയലി ഇംപ്ലൈസ് എന്താണ് അതിൻ്റെ അർത്ഥം? ഡു ആസ് യു പ്ലീസ് എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് അർജുനൻ്റെ. ആരാണ് യു? യു ആർ ദ സെൽഫ്, ആത്മാവാണ് ഞാൻ. അപ്പം ഡു ആസ് ദ ആത്മാ ടെൽസ് യു, ആത്മചൈതന്യം എന്താണ് നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് പറയുന്നത്, അതുപ്രകാരം ചെയ്യൂ കൃഷ്ണ എന്നാണ് അർജുനൻ പറഞ്ഞത്, കൃഷ്ണൻ പറഞ്ഞത്. ദ യു ദാറ്റ് ഇസ് നോട്ട് കണ്ടാമിനേറ്റഡ് ബൈ നേച്ചർ. ഈ യു എന്ന് പറയുന്നത് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ സത്വരജസ് ആൻഡ് തമോ ഗുണാസ്. അപ്പം സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ട് മൂടപ്പെടാത്തതായിട്ടുള്ള നീ, അതാണ് ആത്മാവ്. ആത്മാവ് പറയുന്നത് പോലെ നീ ചെയ്യൂ എന്നാണ്. ഡു ആസ് യു പ്ലീസ്, സെൽഫ് പറഞ്ഞു തരുന്ന. വി ക്യാൻ ടേക്ക് ഡിസിഷൻസ് ദാറ്റ് ആർ പ്ലസന്റ്, ഗുഡ്, ബാഡ് ഓർ ഈവിൽ. ഇതൊക്കെ നമ്മൾ നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ടുള്ള ശക്തി നമുക്കുണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി ദർ. അർജുന ഹാഡ് ദാറ്റ്. അർജുന വാസ് എൻ ഇന്റലിജന്റ് പേഴ്സണാലിറ്റി, ആൻഡ് സോ ആർ ഓൾ ഓഫ് us. Through our experiences, learnings and interactions with the society, we have, and then readings and knowledge acquired from different sources, from different gurus, we have the knowledge. And to take all these decisions, the decision has to be taken by you. The choice is yours. Ignorant, deluded and confused minds cannot take good decisions. കാരണം മനസ്സും ബുദ്ധിയും ശരീരവും മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആത്മാവ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവില്ല. ദ പവർ ടു ചൂസ് ഇസ് ദാസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മത്തിൻ്റെ തന്നെ ഗ്രേസ് ആണ്. ഇതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള സംഗതികളെ, നല്ല സംഗതികളെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുരുത്വമാണ്. ഈശ്വരൻ്റെ തന്നെ അനുഗ്രഹമാണത്. വി നീഡ് ടു ഡൈവ് ഡീപ്പ് ഇൻ ടു ദ സെൽഫ്. നമ്മുടെ ആത്മ ചൈതന്യത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി ചെല്ലണം. ആ കയറി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് 18 അധ്യായത്തിൽ ഇപ്പോൾ പറഞ്ഞു തന്നിരുന്നത്. ടു ഗെറ്റ് ഇറ്റ് റൈറ്റ്. അപ്പോൾ ഡു ആസ് യു വിഷ് ഇസ് ദസ് എ കമാൻഡ് ഓർ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഗൈഡ്സ് ദ നോളജബിൾ ആൻഡ് ദ വൈസ്. ചിന്തിക്കാൻ ശക്തിയുള്ളവരും വിവേകബുദ്ധിയുള്ളവരും സത്വഗുണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മനസ്സോടുകൂടിയുമുള്ള ആൾക്കാർക്കാണ് സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കുക. അർജുനൻ അങ്ങനത്തെ വ്യക്തിയാണെന്നുള്ള എന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് വൺ ഓഫ് ഡെസ്പയർ ആൻഡ് ഇറിറ്റേഷൻ which one sees in modern day parents when they get exasperated with their offsprings. അതായത് ഇങ്ങനെ പറയാറില്ല, നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്ത് കുറേ പറഞ്ഞ കേൾക്കില്ല, നീ എന്ത് ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിവിടുന്ന ഒരു അതങ്ങനെ പറഞ്ഞതല്ല. കുറേ ഒരു നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ കുട്ടികളുടെ അടുത്ത് അച്ഛനമ്മമാർ പറയും അന്ന് ഇഷ്ടം പോലെ പോയി ചെയ്യും എന്ന് പറയും. അങ്ങനെയല്ല കൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറഞ്ഞത്. കൃഷ്ണന് നല്ല ബോധമുണ്ടായിരുന്നു. അതായത് അർജുനന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയും മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിയതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് ഡു ആസ് യു പ്ലീസ് എന്ന് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സോ ഡു ആസ് യു വിഷ് ദസ് ദ കമാൻഡ്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അതിൻ്റെ ആ ഡു ആസ് യു പ്ലീസ് എന്ന് പറയുന്ന ആ ഇതില്ലേ, അതിൻ്റെ നോബ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിൽ? ദീസ് നോബ്സ് ആർ ദ വിസ്ഡം ദാറ്റ് ഹാസ് ബീൻ ഡിക്ലയർഡ് ടു യു, ദ ഹോൾ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത. ഓക്കെ, അതിൽ ഉണ്ട്, അതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. അതിൽ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് ഞാൻ 18 അധ്യായങ്ങളിലൂടെ ഇത്രയും നേരം ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ വായിലത്തെ വെള്ളം മുഴുവൻ വറ്റിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യു ഹാവ് ഹേർഡ് ദാറ്റ്. ഓക്കെ, ദ വിസ്ഡം ഇസ് നൗ ഇൻ യുവർ മൈൻഡ്. പിന്നെ യു ഓൾസോ നോ ദാറ്റ് ഇറ്റ് ഇസ് എ സീക്രട്ട് വിസ്ഡം. സീക്രട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയിൽ നിന്നും നമ്മൾ സാധാരണ സീക്രട്ട് എന്ന് പറയുന്നത് എന്താ? ഒളിച്ചു വെച്ചിട്ടുള്ള സംഗതികളെയാണ് സീക്രട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒളിച്ചു വെക്കണം എന്തിൽ നിന്നാണ് ഒളിച്ചു വെക്കുന്നത്? നമ്മൾ സാധാരണ നമ്മുടെ മെറ്റീരിയൽ ടേംസിൽ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ബുദ്ധി അല്ലെങ്കിൽ സെൻസസ്,
അല്ലേ? നമ്മൾ ഫിസിക്കലായിട്ട് ഒരു ബുക്ക് എടുത്ത് ഒളിച്ചു വയ്ക്കുക. ബുക്ക് എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല, ഇറ്റ് ഇസ് എ സീക്രട്ട്. അല്ലെങ്കിൽ മനസ്സിനും അതുപോലെ ബുദ്ധിക്കും നിന്നും നമുക്ക് ഇതുപോലെ ഒളിച്ചു വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആത്മശക്തി അല്ലെങ്കിൽ ആത്മജ്ഞാനം, ആത്മശക്തിയല്ല ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സീക്രട്ടാണ്. കാരണം ഇപ്പം ഇത് 18 അധ്യായം നമ്മൾ കേട്ടു, എന്നിട്ട് നാളെ പുറത്തിറങ്ങുമ്പോഴോ നമ്മളിതൊക്കെ മറന്നു പോകുന്നു. കാരണം സഡൻലി ഇറ്റ് ബിക്കംസ് എ സീക്രട്ട് ഇൻ അവർ മൈൻഡ്. ഇതും അതൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം, പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം മറക്കും നമ്മൾ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സീക്രട്ട്. ഇറ്റ് ഈസ് എ സീക്രട്ട്, മോസ്റ്റ് സീക്രട്ടാണത്. അതും നിനക്കറിയാം നന്നായിട്ട്. ആൻഡ് യു ഹാവ് ദ കപ്പാസിറ്റി ടു റിഫ്ലക്ട് ഓൺ ഇറ്റ്, ദെയർഫോർ ഡു ആസ് യു പ്ലീസ്. ഇതെല്ലാം മനസ്സിലാക്കണം. എന്താണ് ഗീത പറഞ്ഞു തന്ന ജ്ഞാനം, എന്തുകൊണ്ടാണ് അത് എനിക്ക് ബുദ്ധിമുട്ടാവുന്നത്, അതും പറഞ്ഞു തന്നു അല്ലേ? ക്ഷേത്രജ്ഞ വിഭാഗയോഗം, മറ്റേ ഗുണത്രയ വിഭാഗയോഗം, ദേവാസുര സമ്പത്ത് വിഭാഗയോഗം, ശ്രദ്ധാത്രയ വിഭാഗയോഗം, ഇതൊക്കെ നമ്മൾ കേട്ടത്. എല്ലാത്തിലും ഡിഫറൻസിയേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ think about that. Think about all the differentiations that have been. 13 മുതലുള്ള അധ്യായങ്ങളെ 15 ഒഴിച്ച് ബാക്കി എല്ലാം, ആദ്യത്തെ ഈ അവസാനത്തതിന് മുമ്പ് ഉള്ള ബാക്കിയുള്ള ആ 4 അധ്യായങ്ങളും വിഭാഗയോഗങ്ങളായിരുന്നു. വേർതിരിച്ചറിയാനായിട്ടുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആയിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നൗ ഡു ആസ് യു പ്ലീസ് എന്ന് നമ്മൾ ആ ഗീത ആചാര്യനായിട്ടുള്ള വേദവ്യാസൻ നമുക്ക് പറഞ്ഞു തന്നു, കൃഷ്ണനിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അതേപടി നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ലെറ്റ് us ഡു ആസ് വി വിഷ്, ആസ് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുക. The wisdom of the Gita. What is the wisdom of the Gita that we have learned so far in 18 chapters? The Bhagavad-Gita message in its entirety. നമ്മൾ കേട്ട് കഴിഞ്ഞു. The message of right action with right attitude. ഒറ്റ സെന്റൻസ് പറയുകയാണെങ്കിൽ right action with right attitude has been declared completely. All aspects of karma, bhakti and jnana. Karmam, bhakti, jnanam. യോഗങ്ങളെല്ലാം have been dealt with in all detail. After this, Arjuna has all the perspectives in hand to take a considered decision. അതുകൊണ്ട് കൃഷ്ണൻ നന്നായിട്ട് അറിയാം ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. Therefore, Arjuna has got all the tools required to take the right decision. A decision that is devoid of any strand of selfishness. സ്വാർത്ഥത ഇല്ലാത്തതായിട്ടുള്ളൊരു ഡിസിഷൻ. ആൻഡ് അലൈൻഡ് വിത്ത് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സ്. അതായത് വളരെ സങ്കുചിതമായിട്ടുള്ളൊരു ചിന്ത അല്ല, അതിന് പകരം എനിക്ക് വൈഡറായിട്ടുള്ള ഒരു ചിന്താശക്തിയും പെർസ്പെക്റ്റീവും ഉണ്ടാക്കി തരാനായിട്ടുള്ള നോളജാണ് അർജുനൻ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡു ആസ് യു പ്ലീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സീക്രട്ട്. വൈ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രൊഫൗണ്ട് ആൻഡ് കോൺഫിഡൻഷ്യൽ സീക്രട്ട് that you can achieve. Why? Because secrecy and confidentiality stem from your ability to withhold information from your mind and perceptive apparatus. നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ, അതായത് നമ്മുടെ മനസ്സിനും സെൻസസിനും ഒക്കെ മാറ്റി നിർത്താനായിട്ടുള്ള കഴിവാണ് സീക്രസി എന്ന് പറയുന്നത്. ദ നോളജ് ഓഫ് ദ പവേഴ്സ് ഓഫ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, ഈവൻ ദോ ഇറ്റ് അപ്പിയേഴ്സ് ലോജിക്കൽ ആൻഡ് കോമൺ സെൻസിക്കൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ ലോജിക്കലാണ്, എനിക്ക് മനസ്സിലായി, വളരെ വളരെ ശരിയാണ് എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. Often eludes you because of your egocentric nature that identifies your BMI with yourself. അപ്പോൾ BMI ആത്മാവും ആയിട്ട് ചുറ്റിയിരിക്കുമ്പോൾ ആത്മാവിനെ പറ്റി മറന്ന് ഞാൻ ശരീരമാണെന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. Hence, for all practical purposes, you work as if unaware of this truth. ഈ സത്യം അറിയാത്ത മാതിരി നമ്മൾ ഈ സത്യം സീക്രട്ടായിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു. Hence, it is declared as the most സീക്രട്ട് നോളജ്. അതുകൊണ്ടാണ് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് 9ാമത്തെ അധ്യായം. ഓക്കെ, ദ സീക്രട്ട് നോളജ്. ബിക്കോസ് ഈവൻ ദോ ഇറ്റ് ഈസ് ഓൾ അണ്ടർസ്റ്റുഡ്, അപ്പാരന്റ്ലി അണ്ടർസ്റ്റുഡ്, യു സ്റ്റിൽ കീപ് ഫോർഗെറ്റിംഗ് ഇറ്റ്. ആൻഡ് ദ പവർ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾറെഡി ദർ ബിക്കോസ് ഓഫ് ദ നോളജ് ആൻഡ് ദ മൈൻഡ്സ് കേപ്പബിലിറ്റീസ്. റിഫ്ലക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് യു ഐഡന്റിഫൈ വിത്ത് നോളജ്. നോളജുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാനായിട്ടുള്ളൊരു പ്രോസസ്സാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Deep analytical thinking is defined as reflection. അങ്ങനെ ചിന്തിക്കാനുള്ള ശക്തിയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Whereby you connect with the concepts associated with knowledge chunks within your memory. നമ്മുടെ ഉള്ളിലെ, നമ്മളുടെ ഓർമ്മയിൽ, നമ്മൾ എക്സ്പീരിയൻസസിൽ കളക്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ ജ്ഞാനത്തിനെയും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ചാലഞ്ചസും ഒക്കെ വരുമ്പോൾ ആ ചലഞ്ചസ് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ജ്ഞാനം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ പലപ്പോഴും പലർക്കും അത് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്
നമ്മൾ വിഷണ്ണരായിട്ട് ഇരിക്കുന്നത്, ഡെസ്പോണ്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അർജുന വിഷാദയോഗം അതായിരുന്നു പ്രശ്നം. ദ സെൽഫ് വിത്തിൻ, ആത്മശക്തി നമ്മളുടെ ഉള്ളിൽ ആസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻ്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡി. മനസ്സ്, ബുദ്ധി, ശരീരത്തിന് അതീതമായിട്ട് ഇരിക്കുന്ന ശക്തിയാണ് ആ ആത്മാവ്. ദിസ് ഡിഫറൻസിയേഷൻ ഇസ് ദ മോസ്റ്റ് സീക്രട്ട് ആൻഡ് ദ പ്രൊഫൗണ്ട് വിസ്ഡം ദാറ്റ് ഈസ് അലൂഡഡ് ടു അബവ്. ഇതാണ് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ജ്ഞാനം, രാജവിദ്യ, രാജഗുഹ്യമായിട്ടുള്ള ജ്ഞാനം. സോ ഡു ആസ് യു പ്ലീസ്. ഇനി അത്രയും അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ വേറൊരു ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എന്താ ഒരു പാറ്റേൺ ഓഫ് നോളജ് ദാറ്റ് ദ ഗീത ഗിവ്സ് യു ഇസ് സർവ്, ലവ്, നോ ദ സെൽഫ്. മൂന്നെണ്ണമാണ്. ഹിയർ വൺസ് അഗെയിൻ ദ മോസ്റ്റ് സീക്രട്ട് സുപ്രീം വേർഡ് ഫ്രം വിതിൻ, ആത്മാവിൽ നിന്ന് വരുന്ന സുപ്രീമായിട്ടുള്ള ആ ജ്ഞാനം ഒന്നും കൂടെ കേൾക്കൂ അർജുന. ദിസ് ഫോർ യുവർ ബെനിഫിറ്റ്, അർജുനന്റെ ബെനിഫിറ്റിന് വേണ്ടി സമറൈസ് ചെയ്യണം. പിന്നെ വിനിൻ, ഫിക്സ് യുവർ മൈൻഡ് ഓൺ ദ സെൽഫ്, be devoted to the self, offer services to the self on behalf of the self, bow down to the self, and you shall certainly reach the self. The self promises you this because you are the self, the very dear friend. ഈ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് നീ അർജുന. അതുകൊണ്ട് യെസ്, യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു ഡു ദറ്റ്. എല്ലാം ആ ആത്മതത്വത്തിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്ന് കൃഷ്ണൻ അവിടെ അർജുനന് അവസാനം പറയുകയാണ്. സെറ്റിംഗ് അസൈഡ് ഓൾ അതർ, എന്നിട്ട് ഇനി ദിസ് അനദർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, സെറ്റിംഗ് അസൈഡ് ഓൾ അതർ ധർമാസ്, ജസ്റ്റ് സറണ്ടർ കംപ്ലീറ്റ്ലി ടു ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. The powers of the self shall liberate you from all sins. Do not grieve. Sarvadharman parityajya mamekam sharanam vraja. Aham tva sarva papebhyo മോക്ഷയിഷ്യാമി മാ ശുച. 66. എല്ലാ വിധത്തിലുള്ള സർവധർമ്മങ്ങളെയും ത്യജിച്ചുകൊണ്ട് ചോയ്സ് ഓഫ് ദ സെൽഫിൽ, ആത്മതത്വത്തിൽ മാത്രം ഊന്നി പ്രവർത്തിക്കുക. ആത്മതത്വത്തിൽ ലയിച്ചു ചേർന്ന് പ്രവർത്തിക്കൽ മാത്രമാണ് നിന്റെ ധർമ്മം. ബാക്കി എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കുക എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് എണീറ്റ് പ്രവർത്തിക്കൂ, സങ്കടപ്പെടരുതേ, ഡു നോട്ട് ഗ്രീവ്, സങ്കടപ്പെടരുത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ഭഗവത്ഗീത തന്നെ, ഇതാണ് അവസാനിക്കണത്. അപ്പോൾ ഭഗവത്ഗീതയിലെ തുടക്കം 11ാമത്തെ ശ്ലോകം, 2ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ തുടങ്ങിയത് അശോച്യാൻ അന്വശോചന്തേ എന്ന് പറഞ്ഞിട്ട്, അശോച്യാൻ അന്വശോചസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതായത് എന്തിനാണ് നീ സങ്കടപ്പെടാൻ അല്ലാതെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലാത്തൊരു സംഗതിയെപ്പറ്റി നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ശ്രീകൃഷ്ണ സ്റ്റാർട്ട്സ് ഹിസ് ഡിസ്കോഴ്സ് വിത്ത് എ ക്ലിയർ അനലിറ്റിക്കൽ റീസണിങ് ഓഫ് വൈ യു ഷുഡ് നോട്ട് ബി ഗ്രീവിങ്. അശോച്യാൻ, വൈ യു ഷുഡ് നോട്ട് ബി ഗ്രീവിങ്. അശോച്യാനും മാ ശുചഃ, ഡോൺ ഗ്രീവ് എന്ന് പറയുന്ന രണ്ട് ശോച്യ, ആ വാക്ക് ശുച, ആ വാക്കിൽ നിന്നാണ് തുടക്കവും അവസാനവും. എന്തിനു സങ്കടപ്പെടണം? അതുകൊണ്ട് സങ്കടപ്പെടരുത്. അപ്പോൾ ഭഗവത്ഗീത നമുക്ക് വളരെ ഒന്ന് ഡീറ്റെയിൽസിലേക്ക് പോകാണ്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ പറയാം, എന്തിന് സങ്കടപ്പെടേണ്ടതായിട്ടില്ലാത്ത സംഗതികളിൽ എന്തിന് സങ്കടപ്പെടണം? ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് ദ ഹോൾ ഓഫ് ഗീത ഇൻ സമ്മറി. അതാണ് ഇത്രയും 700 ശ്ലോകങ്ങളെ പറ്റി. അതിൻ്റെ നടുവിൽ 700 ശ്ലോകങ്ങൾ ഇട്ടിട്ട് അത് രണ്ടും കണക്ട് ചെയ്തു എന്ന് മാത്രം. യു ഡോണ്ട് ഹാവ് ടു ഗ്രീവ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ടു ബി grieved. That's all. അതെങ്ങനെ നമുക്ക് സാധിക്കും? സറണ്ടറിങ് ടു ദ സെൽഫ്. ഹൗ ഡു യു ഡു ദാറ്റ്? റെഫ്യൂജ്, ആത്മാവിലേക്ക് എങ്ങനെ പോവാം? അതിനുള്ള വഴികളാണ് 3 യോഗങ്ങളിലൂടെ പറഞ്ഞു തന്നത്. ഇൻ ദ പാത്ത് ഓഫ് ആക്ഷൻ, കർമ്മയോഗത്തിൽ എന്താ പറഞ്ഞ? ധർമ്മ, ടോക്സ് അബൌട്ട് ധർമ്മ, ഡ്യൂട്ടി, ആസ് ഡ്യൂട്ടി. വർക്ക് അതർ ദാൻ ദ ഡ്യൂട്ടീസ്, പരധർമ്മ, അതർ ദാൻ ദീസ് ഡ്യൂട്ടി. അതായത് നമ്മളുടെ ഡ്യൂട്ടീസ് അല്ലാണ്ട് പ്രവർത്തിക്കുന്നതൊക്കെ പരധർമ്മം. ആൻഡ് ദാറ്റ് ദോസ് ദാറ്റ് ആർ ഡെട്രിമെന്റൽ ടു അതേഴ്സ് ആർ അധർമ്മങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വേർതിരിച്ചറിയലായിരുന്നു കർമ്മയോഗത്തിൽ. സർവീസ് ടു സെൽഫ് ഈസ് അവർ ഡ്യൂട്ടി. All our actions must be directed at pleasing the self, the joys of the self, situated within us, അന്തര്യാമി ആയിട്ടിരിക്കുന്ന ആത്മചൈതന്യം, as well as everywhere as the അന്തര്യാമി. ആൻഡ് അന്തര്യാമി മാത്രമല്ല, അതും ആ ബോധം കൂടി ഉണ്ടാക്കി തരികയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദി അന്തര്യാമി ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ദ സർവാന്തര്യാമി. എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നതും എൻ്റെ ഉള്ളിലിരിക്കുന്നതുമായിട്ടുള്ള ആത്മചൈതന്യം, അതാണ് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കുക. അതാണ് കർമ്മയോഗം.
എൻഗേജിങ് ദസ് വിത്ത് ദ വേൾഡ് അറൗണ്ട്. എല്ലാ പ്രവൃത്തിയിലും എന്ത് തന്നെ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ഏത് വിധത്തിലുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും മേക്കിംഗ് ദ റൈറ്റ് കോണ്ടാക്ട്സ് വിത്ത് ദ വേൾഡ്, അങ്ങനെ എല്ലാ സംഗതികളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വി വിൽ നെവർ ബി ട്രബിൾഡ് ബൈ അൺഫേവറബിൾ റിസൾട്ട്സ് നോർ ഇലൈറ്റഡ് ബൈ ഫേവറബിൾ അക്കോം. അപ്പം നമുക്ക് ദുഃഖങ്ങളുണ്ടാവാം, നാശങ്ങളുണ്ടാവാം, വിജയങ്ങളുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അത് വിജയിച്ചാൽ അതിയായിട്ടുള്ള ആഹ്ലാദം, അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ അത്യന്തം ദുഃഖം. ഇതൊന്നും നമ്മൾ ഈ ഒരു കണ്ടീഷൻസിലേക്ക് വീഴാണ്ട് വി വിൽ നെവർ നീഡ് ടു ഗ്രീവ്. അങ്ങനെ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കർമ്മത്തിലെത്തും. എക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ഡെക്സ്റ്ററിറ്റി ഓഫ് വർക്ക് ഈസ് ദ റിസൾട്ട് ദാറ്റ് ഓൾ ഓഫ് us വിൽ ഗെയിൻ ആസ് എ ഗിഫ്റ്റ് ഓഫ് ദി ആത്മൻ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രസാദഭാവത്തോടുകൂടി ആ ചൈതന്യം നമ്മളുടെ ഉള്ളിൽ നിന്ന് തരുന്നതിനെ നമ്മൾ പ്രസാദഭാവത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ ചേർത്തുന്നു കർമ്മയോഗത്തിലൂടെ. ഇനി ഭക്തിയോഗത്തിലൂടെ ആണെങ്കിലോ, ധർമ്മ ഓൾസോ മീൻസ് ഡൂയിങ് ഗുഡ് ഓർ ഡൂയിങ് സ്പിരിച്വൽ പ്രാക്ടീസസ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, ആത്മാവിൻ്റെ ചൈതന്യത്തിനെ പ്രസരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. വർഷിപ്പ് 3 പേര്, യജ്ഞ, തപ, ദാന. അങ്ങനെ 3 എണ്ണമാണ്. യജ്ഞ വർഷിപ്പ്, തപ ഓസ്റ്ററിറ്റീസ് ആൻഡ് ചാരിറ്റീസ് ദാന. ഇതാണ് ഭക്തിയുടെ 3 സംഗതികൾ. ടു അച്ചീവ് കോൺസെൻട്രേഷൻ. അപ്പോൾ വർഷിപ്പിന് എന്താ? വർഷിപ്പ് എന്തിനു ചെയ്യുന്നതാണ്? നമ്മളുടെ മനസ്സിന് കോൺസെൻട്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വർഷിപ്പ്. യജ്ഞം, ദാറ്റ് ഈസ് യജ്ഞ, ടു അച്ചീവ് കോൺസെൻട്രേഷൻ, ഫോക്കസ് ഓഫ് ദ മൈൻഡ്. Austerities, tapa, for enhancing our capabilities, skill sets. And charities, dana, fulfill social obligations. അങ്ങനെ 3 വിധത്തിലുള്ള കാര്യങ്ങളെ ഇത് നമ്മൾ ഈ ആത്മാവിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്. All these should not be carried out with any ulterior lower motivations. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാവരുത്. Our motivations should only be for the joys of the self. ഔട്ട് ഓഫ് ലവ് ഫോർ ദ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമിയും സർവാന്തര്യാമിയുമായിട്ടിരിക്കുന്ന ആത്മചൈതന്യത്തോടുള്ള രതി, ആത്മരതി, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതാണ് ഭക്തി. ഇൻസ്പിരേഷൻ, ദ ഇൻഫിനിറ്റ്, അതിനോടുള്ള രതി, അതാണ് ഇൻസ്പിരേഷൻ. സോ ദ ലവ് ഓഫ് ദ ഇൻഫിനിറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസ്പിരേഷൻ. അപ്പോൾ നമ്മൾ ഇൻസ്പിരേഷൻ്റെ വാക്ക് എന്നാൽ ഇംഗ്ലീഷിൽ പോലും അത് അത്ര ഡിക്ഷണറി നോക്കിയാൽ നമ്മൾ കാണില്ല. പക്ഷേ അതിൻ്റെ ചൈതന്യമാണ് ഇവിടെ പറയുന്നത്. ദ ലവ് ഓഫ് ദ സെൽഫ്, ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ. So devotion becomes an intrinsic passion for the joys of the self. വേറെ ഒരു എക്സ്റ്റേണൽ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഫലങ്ങൾ അതിനു വേണ്ടിയിട്ടല്ല ആത്മാവുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നത്. ദ മൈൻഡ് ആൻഡ് ദ ഇൻ്റലക്ട്, അതിൻ്റെ വിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല. വെൻ വൺ സറണ്ടേഴ്സ് ടു ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, ദർ വിൽ ബി നോ റൂം ഫോർ ഗ്രീഫ്. അപ്പോൾ ശോച്യം വരേണ്ട ആവശ്യമില്ല അവിടെ. We should never let pride develop in our heart while doing good actions and spiritual practices. അങ്ങനെ ആത്മരത്തിയോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്നതെല്ലാം ഈ അന്തര്യാമിയും സർവാന്തര്യാമിയുമായിരിക്കുന്ന ആത്മചൈതന്യവുമായിട്ട് ഉള്ള ഒരു രതിയിൽ ആയി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സ്പിരിച്വൽ പ്രാക്ടീസ് ദാറ്റ് വി ക്യാൻ എവർ അച്ചീവ് ടു ഹാവ്. ഭക്തിയിലൂടെ നമുക്ക് ആത്മചൈതന്യവുമായിട്ട് എങ്ങനെ താതാത്മ്യം പ്രാപിക്കാം. ഇനി ഇൻ ദ നോളജ്, ഇൻ ദ പാത്ത് ഓഫ് നോളജ്, ജ്ഞാനത്തിൻ്റെ യോഗത്തിലൂടെ പോവുകയാണെങ്കിൽ അവർ ഇൻഹറൻറ്റ് നേച്ചർ ഈസ് ദ സെൽഫ്. ആത്മാവാണ് ഞാൻ, ആത്മാവാണ് ഞാൻ എന്നുള്ള ധർമ്മം, ആത്മാവാണ് ഞാൻ എന്നുള്ള സത്യം, ട്രൂത്ത്. ദ സെൽഫ് ക്യാൻ നീദർ ബി ടേക്കൺ ഓൺ ഓർ അക്വയർഡ് ഓർ ഗിവൺ അപ്പ്. എനിക്ക് ഈ ആത്മാവ് എനിക്ക് എടുത്ത് എൻ്റെ ആക്കാൻ എനിക്ക് സാധിക്കില്ല. ഈ ആത്മാവിനെ എനിക്ക് വിട്ടുകളയാനും സാധിക്കില്ല. കാരണം ഞാൻ ആത്മാവ് എൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും ആത്മാവിനെ വിട്ടുകളയാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും ആത്മാവിനെ എൻ്റെ മാത്രമാക്കാനും സാധിക്കില്ല. ദ ഇൻഫിനിറ്റ് ഈസ് ദ വെരി സെൽഫ് ഇൻ എവരി വൺ, എവറിഥിങ്, ആൻഡ് കനോട്ട് ബി റിനൗൺസ്ഡ് എന്നുള്ള ബോധം ആദ്യം മനസ്സിലാക്കി. നമ്മളിങ്ങനെ ആത്മാവിൽ കുളിച്ചു നിൽക്കുകയാണ് ഞാൻ, എൻ്റെ പുറത്തും അകത്തും എല്ലാം എന്ന് പറയുമ്പോൾ എനിക്ക് ആത്മാവിൽ നിന്ന് വേറെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് ജ്ഞാനം, ശരിയായിട്ടുള്ള ജ്ഞാനം. അങ്ങനെയാണ് ഞാൻ ജ്ഞാനത്തിലൂടെ ഈ ആത്മാവിൽ എത്തിച്ചേരുന്നത്. വി കനോട്ട് ഈവൻ റിനൗൺസ് ദ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ട് ആസ് ദേ സീം ടു ബിലോങ് ടു അസ്.
അപ്പോൾ നമുക്കെന്താ ഇത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ BMIയും ആണ് ഞാൻ എന്നുള്ള ചിന്ത, അതും ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ റിയാലിറ്റി ദ സ്റ്റഫ് ദാറ്റ് ദേ ആർ മെയ്ഡ് ഓഫ്, ഈ BMI എന്ന് പറയുന്ന ജ്ഞാനമാണ്. ജ്ഞാനത്തിനെ പറ്റി ആലോചിക്കണേ. BMI എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്? ദ എലമെന്റ്സ്, പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് അല്ലെ. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി എല്ലാം അതൊക്കെ ഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. ദേ ഡു നോട്ട്. ഈ പഞ്ചഭൂതങ്ങളോ ഈ ആത്മാവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള സംഗതിയായിട്ട് നമുക്ക് കാണാമെങ്കിൽ ഇതെല്ലാം ആത്മതത്വത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് എന്നുള്ള ബോധമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ദി ഐഡന്റിഫിക്കേഷൻ നമുക്ക് ഞാൻ മനസ്സ്, ബുദ്ധി, ശരീരമാണ് എന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് സെൽഫിഷ്നെസ്. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആത്സര്യം എന്നൊക്കെ പറയുന്ന ചിന്ത, ഷട്ട് വൈരികൾ. ദാറ്റ് ഓൾസോ വി ഹാവ് സീൻ ഇൻ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ്. These identification result in lust, emotions and arrogance which can and should be given up. അത് എടുത്തു കളയണം. ഈ ജ്ഞാനത്തിൻ്റെ അധിഷ്ഠിതമായിട്ട് നമുക്കത് എടുത്തു കളയാൻ സാധിക്കും. അതാണ് ജ്ഞാനമാർഗം. Through these strategies of karma, bhakti and jnana, we will become free from all the sins and attain freedom from limitations. അങ്ങനെ നമുക്ക് ഈ ലിമിറ്റേഷൻസിൽ നിന്നുള്ള, ബോണ്ടേജിൽ നിന്നുള്ള നമ്മളുടെ സ്വാതന്ത്ര്യം നമുക്ക് നേടാൻ, മോക്ഷം നമുക്ക് കിട്ടും. This which has been taught to you is never to be taught to one who is devoid of austerities, nor to one who is not devoted, nor to one who does not do service, nor to one who degrades the self. ഇങ്ങനെയുള്ളവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കരുത് ഈ സത്യം അർജുന. The one who shall propagate this supreme secret philosophy amongst those who are devoted to the inner self, ആത്മാവിലെ രതിയോടുകൂടി ജീവിക്കണമെന്ന ആഗ്രഹം ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കാം. Amongst those who are devoted to the inner self shall be performing the highest devotion. ഇത് ആർക്ക് നീ പറഞ്ഞു കൊടുക്കുന്നുവോ അതാണ് ഏറ്റവും വലിയ ഡിവോഷണൽ സർവീസ്. ഈ ജ്ഞാനം പകർന്നു കൊടുക്കലാണ് ഏറ്റവും വലിയ ഡിവോഷണൽ സർവീസ്. And shall certainly attain the powers of the self. No other person shall do a more pleasing service to the self, and no one on the earth shall be dearer to the self. അങ്ങനെ അത് പറഞ്ഞു കൊടുക്കാൻ, പകർന്നു നൽകാൻ സാധിക്കുന്നവരാണ് ഏറ്റവും വലിയ സർവീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദ വേരിയസ് മെത്തേഡ്സ് therefore summarizing, listening to the recitations and or discourses from the Bhagavad-Gita. ഗീതയുടെ തത്വം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അത് എങ്ങനെ ഉപകരിപ്പിക്കാൻ സാധിക്കും. ലിസണിങ് ടു ദ റെസിറ്റേഷൻസ് ആൻഡ് ഓർ ഡിസ്കോഴ്സസ് ഓൺ ഗീത, റീഡിങ് ദ ഭഗവത്ഗീത, ചാൻറ്റിങ് ദ ഭഗവത്ഗീത, സ്റ്റഡിയിങ് ദ ഭഗവത്ഗീത, writing the Bhagavad-Gita, the interpretations, enacting the Gita, അത് ഇനാക്ട് ചെയ്യാൻ സാധിക്കുക, ഡിസ്ട്രിബ്യൂട്ടിങ് ദ ഗീത, പകർന്നു നൽകുക, ആൻഡ് ടീച്ചിങ് ദ ഗീത. All the above means are meritorious and are dear to the self. But Krishna says that teaching Gita is the best mode, and that such teachers are the dearest to him. അങ്ങനെയുള്ള ആ ഭഗവത്ഗീത തത്വങ്ങളാണ് നമ്മളുടെ പാറ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിജ്ഞാൻ വികാസ് വഴി കുട്ടികൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഭഗവത്ഗീത തത്വങ്ങൾ പല വിധത്തിൽ, ഡാൻസ് രൂപത്തിലും ഭജന രൂപത്തിലും, സ്കിറ്റുകൾ, പ്രസൻറ്റേഷൻസ്, അങ്ങനെയുള്ള പല വിധത്തിൽ നമ്മൾ ഈ പറയുന്ന പല വിധത്തിൽ ലിസണിങ്, റീഡിങ്, ചാൻറ്റിങ്, സ്റ്റഡിയിങ്, റൈറ്റിംഗ്, എനാക്ടിങ്, ഡിസ്ട്രിബ്യൂട്ടിങ് ആൻഡ് ടീച്ചിങ്. ദാറ്റ് ഈസ് വാട്ട് വി ഡു. Enacting, pantomiming, and skit and dramas and literary, essay competitions, and doing service to those who are needy. അങ്ങനെ പല വിധത്തിലുള്ള ചിത്രം വരയ്ക്കലും, പടം വരയ്ക്കലും, എഴുതലും, എസ്സേ എഴുതലും, പ്രസൻറ്റേഷൻസ് നടത്തലും, അങ്ങനെ പല വിധത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണ്. അത് ബിക്കോസ് കൃഷ്ണ സേസ് സച്ച് പീപ്പിൾ ആർ ഡിയർ ടു മീ, അവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും എന്ന് കൃഷ്ണൻ അവിടെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് ദേ വിൽ ഗെറ്റ് ഇറ്റ് റെസ്പെക്റ്റീവ് ഓഫ് ദ കൈൻഡ് ഓഫ് ഫെയിലിയേഴ്സ് ഓർ വാട്ട് എവർ യു സീ നൗ. ഈ കുട്ടിക്കാലത്ത് ദേ വിൽ നെവർ ഫെയിൽ, ദേ വിൽ ബി ടേക്കൺ അപ്പ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം, ഈവൻ ഇഫ് യു തിങ്ക് ദാറ്റ് ദ ചിൽഡ്രൻ ആർ കറന്റ്ലി നോട്ട് ഡൂയിങ് ഓർ വാട്ട് എവർ. അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പേടിക്കണ്ട, കാരണം ഇറ്റ് വിൽ ബി ടേക്കൺ കെയർ ഓഫ്. ദാറ്റ് നോളജ് ഈസ് വിത്ത് യു അർജുന. that is what you should actually tell the world. Those who study the sacred dialogue, those who study the sacred dialogue, ഇനി സഞ്ജയൻ പറയുന്നതാണ്, shall be performing holy act of sacrifice of knowledge, ജ്ഞാനയജ്ഞ. അങ്ങനെ ഈ ജ്ഞാനം
അത് ഭഗവത്ഗീത ഏത് വിധത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിലും അത് ജ്ഞാനയജ്ഞമായി മാറുന്നു. ഹൂവർ ഹിയേഴ്സ് ദിസ്, ആരൊക്കെ കേൾക്കുന്നുവോ, വിത്ത് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് കാവിൽ. വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോട്, അടിയുറച്ച വിശ്വാസത്തോട് കൂടിയിട്ടും, വിത്തൗട്ട് കാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക, അയ്യോ ഇതൊക്കെ ബുദ്ധിമുട്ട്, എനിക്ക് സാധിക്കില്ല എന്നുള്ള ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി പോലെ വരുന്നതിനാണ് കാവൈലിംഗ് എന്ന് പറയുന്നത്. അത് ഇല്ലാണ്ട് becomes free from sin. They will become free from sin. Guarantee certificate. And attain perfection. The higher worlds of those whose actions are pure and virtuous. അവർ വളരെ വളരെ വെർച്വസ് ആയിട്ടുള്ള, വളരെ വളരെ വലിയ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഈ ലോകത്തിലെ ഗുണം അവർ ഉണ്ടാക്കും, തീർച്ച. That and the practical, therefore, the message of the Bhagavad-Gita is active resistance to unrighteousness. Another angle, perspective നോക്കുകയാണെങ്കിൽ Bhagavad-Gita is the active resistance to unrighteousness. അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം, അതാണ് ഭഗവത്ഗീതയുടെ, അതിനുള്ള റെസിസ്റ്റൻസ്, അതാണ് ഭഗവത്ഗീതയുടെ മെസ്സേജ്. ദ പ്രാക്ടിക്കൽ മെസ്സേജ് ഓഫ് ദ ഗീത. അപ്പം ഇതെങ്ങനെ നമുക്ക് ഉൾക്കൊണ്ട് ചിന്തിക്കണം, അതിനുള്ള റിഫ്ലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണുള്ള 10-11 ചോദ്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനിവിടെ സമറൈസ് ചെയ്യാം. അതെന്തൊക്കെയാണ്? ഒന്ന്, ഈസ് ഇറ്റ് പ്യുവർ? നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ, നമ്മളെ ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, കാവൈലിംഗ് നേച്ചർ, അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഈസ് ഇറ്റ് പ്യുവർ സെൽഫിഷ്നെസ് ദാറ്റ് ഈസ് ഡ്രൈവിംഗ് മൈ ഇൻഡിഗ്നേഷൻ, ഡിസയർ ഓർ വാട്ടർ? അപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഈസ് ഇൻജെക്ടിങ് ദിസ് കൈൻഡ് ഓഫ് തിങ്കിങ് ഇൻ മൈ മൈൻഡ്? ഈസ് ഇറ്റ് സെൽഫിഷ്നെസ്? ഫസ്റ്റ് ചോദ്യം. നമ്മൾ ഉത്തരം പറയാനുള്ളതാണ്, ഉള്ളിൽ നിന്ന് വരേണ്ട ഉത്തരമാണത്. വിൽ ബൈ ഇനാക്ഷൻ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുമ്പോൾ വിൽ ബൈ ഇനാക്ഷൻ ബി കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടൻസ് ഓർ ഇൻകോമ്പിറ്റൻസ്? ഞാൻ ഒന്നും ചെയ്തില്ല, ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, അത് ഈ വിൽ ഇറ്റ് ബി ഇമ്പോർട്ടൻസ് ഓർ വിൽ ഇറ്റ് ബി ഇൻകോമ്പിറ്റൻസ്? തിങ്ക്. ആം ഐ ബീയിങ് എക്സ്പ്ലോയിറ്റഡ് അൺഫെയർലി? എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ചിന്തിക്കണം, ആം ഐ ബീയിങ് എക്സ്പ്ലോയിറ്റഡ് അൺഫെയർലി? If it is, then act. Active resistance to unrighteousness is Bhagavad-Gita. Is there a better and effective way to deal with this situation than just impulsively react? Tit for tat reaction ഇല്ലാണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ദ പ്ലസന്റ് ഒക്കെ ഇല്ല. അത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത. How can I really face this new situation that I have come across? Think. Do you have any authority or to demand a different reaction? അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് എങ്ങനെ പ്രവർത്തിച്ചു, ഡു ഹാവ് ദ അതോറിറ്റി ടു ടെൽ ദം നോ, ദിസ് ഈസ് നോട്ട് ദ വേ? ചിന്തിക്കണം. ചിലപ്പോൾ നമുക്ക് അതോറിറ്റി ഉണ്ടാവില്ല. ദെൻ യു വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ഫോർ, ഈസ് ദർ എ ബെറ്റർ ആൻഡ് ഇഫക്റ്റീവ് വേ ടു ഡീൽ വിത്ത് ദിസ് സിറ്റുവേഷൻ? ഡു യു ഹാവ് ദ മോറൽ അതോറിറ്റി ടു എൻഫോഴ്സ് ഡിസിപ്ലിൻ? ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ ദാറ്റ് വി നീഡ് ടു ആൻസർ. പിന്നെ, വിൽ മൈ ആക്ഷൻ വർക്ക് ടുവേർഡ്സ് ഫുൾഫില്ലിങ് മൈ ലാർജർ ഗോൾസ്? ഞാൻ എന്തിപ്പോൾ ചെയ്താലും, ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്താലും എൻ്റെ റിയാക്ഷൻ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈസ് ഇറ്റ് ഇൻ സിങ്ക് വിത്ത് മൈ ലാർജർ ഗോൾസ്? വിൽ മൈ ആക്ഷൻ ത്വാട്ട് ദി അക്കംപ്ലിഷ്മെന്റ് ഓഫ് മൈ ലാർജർ ഗോൾസ്? ഇത് ലാർജർ ഗോൾസിൻ്റെ തടസ്സമായിട്ട് നിൽക്കുമോ? ഈസ് the other party of any consequence to you in the larger scenario of your goals and mission? ഇത് പല സിറ്റുവേഷനിൽ വരുന്ന ചോദ്യങ്ങളാണല്ലോ. വാട്ട് ഈസ് യുവർ സ്റ്റേക്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്? ഹാവ് ഐ ഗിവൺ ഇനഫ് ചാൻസസ് ടു ദി അതർ പാർട്ടി ടു മേക്ക് അമെൻഡ്സ് ആൻഡ് ചേഞ്ചസ്? ഓർ ഡസ് ദ സിറ്റുവേഷൻ എൻഡേഞ്ചർ യുവർ വെരി എക്സിസ്റ്റൻസ്? ഇങ്ങനെ പല വിധത്തിലുള്ള, ഇഫ് ദ സിറ്റുവേഷൻ എൻഡേഞ്ചേഴ്സ് യുവർ വെരി എക്സിസ്റ്റൻസ്, ദെൻ യു നീഡ് ടു റിയാക്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അത് പല വിധത്തിലുള്ള എന്താ പറയുക, നമ്മളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇപ്പം അർജുനൻ ആദ്യത്തെ ദിവസം തന്നെ അവിടെ യുദ്ധം തുടങ്ങുന്നതിനും യുദ്ധകാഹളങ്ങൾ മുഴക്കി കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ ഒരു മനസ്സിലുണ്ടായ സങ്കടങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അന്ന് തന്നെ അർജുനന് കിട്ടിയിരുന്നുവെങ്കിൽ, അപ്പം തന്നെ അറിയാമായിരുന്നുവെങ്കിൽ, he would have immediately started fighting against the unrighteousness. Instead, he did not have the enough knowledge for that, and therefore Krishna had to give 700 slokas of knowledge, and then he was in a position to analyze this. അതാണ് ഗീത ചെയ്തത്. അർജുനന്റെ പ്രോബ്ലം എന്തായിരുന്നു? ഡെലൂഷൻ ആൻഡ് ഗ്രീഫ്, തെറ്റിദ്ധാരണകൾ. ദ ആക്ടർ ആൻഡ് ദി എന്താ പറയുക, ക്യാരക്ടറും ക്യാരക്ടറും തമ്മിലുള്ള കൂടിക്കുഴയൽ. ദാറ്റ് വാസ് അർജുനാസ് പ്രോബ്ലം. We are all actors
ദ ആക്ച്വൽ എന്ന ആ ആക്ടേഴ്സ് ആണ് എന്നുള്ള ബോധം വിട്ടുകളഞ്ഞ് ആ ക്യാരക്ടറുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, അതാണ് ഡെല്യൂഷൻ. ദാറ്റ് ഈസ് ദ ക്രൈസിസ്, ഐഡന്റിറ്റി ക്രൈസിസ്. That was what Arjuna's problem was, because he thought that I am the BMI and that myself and the rest of the selves are all different and that I am going to kill those selves. Angane chindichu Arjunan, and he forgot about the Antaryami and the Sarvantaryami Atma. Adu onnaanennulla bodham avade thetti. Appol Arjunanu samshayam vannu. Adharmathine edire payatunnathinu pagaram vishannanaayittirunnu Arjunan, and that was the main problem. മഹാമോഹ, മോഹ, ശോകം. മഹാമോഹമായിരുന്നു, നോട്ട് നോയിങ് ട്രൂ നേച്ചർ, ദാറ്റ് ഈസ് മഹാമോഹം. ആത്മാവാണ് ഞാനെന്നുള്ള ബോധം ഇല്ലാണ്ടിരിക്കലാണ് മഹാമോഹം. മോഹ പിന്നെ മറ്റേ അറൈസ്, ഈ മഹാമോഹത്തിൽ നിന്നാണ് പിന്നീട് ചെറിയ മറ്റേ മോഹം, അതായത് ഡെല്യൂഷൻസ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ്? വെറിൻ വി ടേക്ക് അപ്പ് അവർ റിലേറ്റീവ് ഐഡന്റിറ്റി, ദാറ്റ് ക്യാരക്ടർ ഇസ് മീ എന്നുള്ള ആക്ടർ എന്നുള്ള ചിന്ത, ആൻഡ് വേൾഡ്ലി ഡ്യൂട്ടീസ് ഒക്കെ BMI ആയിട്ടുള്ള എൻമെഷ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ചിന്തകൾ. And that gives rise to shoga, the grief, as mentioned. Appo endha pattiya, we start brooding, we get attached, we become selfish, we become angry, we get deluded, we land up with memory loss. Therefore our intellect is destroyed and destruction is the result. 262 263 രണ്ടാമത്തെ അധ്യായത്തിലെ 62 the ladder of fall, adana sambhavikkunnu. That is basically what Arjuna was coming to. After pidichu nirthi Krishna, because Arjuna surrendered to the higher will, surrendered to his best friend, surrendered to his best teacher, surrendered to his best senior, surrendered to his best cousin, whatever, we don't know. എല്ലാത്തിലും അവിടെയൊക്കെ ആ അർജുനൻ ശ്രീകൃഷ്ണനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചപ്പോൾ അവിടെ ശ്രീകൃഷ്ണന് വേണ്ടത് പറഞ്ഞു കൊടുക്കുവാനും ഈ പറയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് കൈ കയറ്റി പുറത്തേക്ക് കൊണ്ടുവരുവാനും സാധിച്ചു. അർജുന അങ്ങനെ ആണ് വിജയിച്ചത്. The two last verses of the dialogue between Krishna and Arjuna. ഇനി അവസാനത്തെ രണ്ട്, ഒന്ന് കൃഷ്ണന്റെ ഒന്ന് അർജുനന്റെ. കൃഷ്ണൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ, ഹാവ് യു ലിസൺഡ് ടു ഓൾ ദിസ് വിത്ത് സിംഗിൾ മൈൻഡഡ് അറ്റൻഷൻ, ഫോക്കസ്ഡ് ആയിട്ടല്ലേ അർജുന നീ കേട്ടത് ഇതെല്ലാം? ഹാസ് യുവർ നൗ ഡെലൂഷൻ ബോൺ ഓഫ് ഇഗ്നറൻസ് ബീൻ ഡിസ്ട്രോയിഡ്? അപ്പോൾ അവിടെ ആ വളരെ 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 കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഗുരു ശിഷ്യന്റെ അടുത്ത് ചോദിക്കുകയാണ്, എല്ലാ സങ്കടവും നിനക്ക് തീർന്നില്ല ഇപ്പോൾ? എല്ലാ അറിവുകേടുകളും പോയില്ലേ എന്ന് ഒന്നുകൂടി അവിടെ എടുത്തു ചോദിക്കുന്നു. അപ്പോൾ അർജുനൻ, മൈ ഡെലൂഷൻ ഈസ് ഡിസ്ട്രോയിഡ് ആൻഡ് ഐ ഹാവ് ഗെയിൻഡ് ട്രൂ റെക്കഗ്നിഷൻ ത്രൂ ദ ഗ്രേസ് ഓഫ് ദ പവേഴ്സ് ഓഫ് ദ സെൽഫ് വിത്തിൻ മീ. ഐ ആം ഫേം. ഇപ്പൊ ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. വിത്ത് ഓൾ ഡൗട്ട്സ് സബ്ലിമേറ്റഡ്, എല്ലാ സംശയങ്ങളും ഞാൻ ദൂരീകരിച്ചു കഴിഞ്ഞു, സബ്ലിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലാണ്ട് അത് എന്താ പറയുക, ഞാൻ അടിച്ച് മാറ്റി ഒരു കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് ഇടുകയല്ല ചെയ്തത്. എൻ്റെ സംശയങ്ങളെ കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് ഇടുകയല്ല ചെയ്തത്. എല്ലാം കത്തി ജ്വലിച്ച് പോയി, ഒന്നും ബാക്കിയില്ല. എവറിഥിങ് ഇസ് ഡൺ. ഐ ആം സബ്ലിമേറ്റഡ് ഓഫ് ഓൾ ദി ഇഗ്നറൻസ് ദാറ്റ് ഐ വാസ് പ്ലേഗ്ഡ് വിത്ത്. കൃഷ്ണ, therefore I will do. അപ്പോഴാണ് കൃഷ്ണന്റെ അടുത്ത് അർജുനൻ അവസാനം പറഞ്ഞു, I will do as you bid. അവിടുന്ന് പറഞ്ഞ മാതിരി ഞാൻ ഇനി പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എണീക്കുകയാണ് ചെയ്തത്. Introspection, contemplation on the powers of the self and envisioning of the joys of the self. Can you differentiate the ego determined ownership of the BMI as the I, the small I, and against the I, the capital I, I-യും തമ്മിലുള്ള വ്യത്യാസം, small I and the capital I. And then, look at that I, capital I, within you as the witness and enlivener, the non-agent who just powers the impression-riddled mind into thoughts and actions. നമ്മുടെ മനസ്സ് ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള എൻ്റെ മനസ്സ്, ബുദ്ധി, ശരീരം, നോളജ്, ഇഗ്നറൻസ് ആൻഡ് പ്രൊജക്ഷൻ, അത് സത്വരജസ് ആൻഡ് തമോ ഗുണ, അത് അധിഷ്ഠിതമായിട്ട് കിടക്കുന്ന എൻ്റെ മനസ്സ്, ബുദ്ധി, ശരീരം, അതിന് ശക്തി നൽകുന്നതായിട്ടുള്ള എൻ്റെ ആത്മീയ ശക്തി, അത് ഞാനാണ്. ആ ആത്മീയ ശക്തി, മറ്റത് ഞാനല്ല എന്നുള്ള ബോധം ഉണ്ടായോ എന്നുള്ളതാണ് അവിടെ അർജുനന്റെ അടുത്ത് കൃഷ്ണൻ ചോദിച്ചത്. അർജുനാസ് ഇനീഷ്യൽ സറണ്ടർ വാസ് പാർഷ്യൽ. അപ്പോൾ ഇത് നമുക്ക് അത് കാണാം. അർജുനൻ ആദ്യം ശ്രീകൃഷ്ണന്റെ അടുത്ത് രണ്ടാമത്തെ അധ്യായത്തിലെ അവസാന 11ാം ശ്ലോകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ അവിടെ വെച്ചിട്ടാണ്, എനിക്കിതൊന്നും പറ്റില്ല കൃഷ്ണ,
എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതൊക്കെ പറഞ്ഞ് മറ്റേ സറണ്ടർ ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ്റെ അടുത്ത് സറണ്ടർ ചെയ്തു. ഇതൊന്നും എനിക്ക് കൃഷ്ണ എനിക്കിത് പറഞ്ഞു തരൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്. പക്ഷേ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. Arjuna's initial surrender was partial with a precondition that he will do anything but not war. യുദ്ധം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബാക്കി എന്ത് വേണേൽ ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് അർജുൻ കൃഷ്ണൻ്റെ അടുത്ത് ആദ്യം മുട്ടികുത്തിയത്. ബട്ട് ദാറ്റ് ഗെയിൻഡ് ഫോർ ഹിം. പക്ഷെ അത് ചെയ്തത് കൊണ്ട് കൃഷ്ണൻ ആ സകല സത്വങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ടൊരു അവസരം ഉണ്ടായി അവിടെ കൃഷ്ണന്. നമുക്കൊക്കെ അത് കേൾക്കാനായിട്ടുള്ള അവസരവും, വേദവ്യാസനിലൂടെ നമുക്കത് കേൾക്കാനായിട്ടുള്ള അവസരവും അതുകൊണ്ടുണ്ടായി. Once he realized the knowledge, Arjuna, his surrender was total. അവിടെയാണ് I will do as you bid എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അർജുനൻ എത്തിയത്. The traces of ego that Arjuna had at the beginning were sublimated and he realized the supreme truth. He was filled with absolute devotion to carry out his righteous duties. ചെയ്യാനായിട്ടുള്ള അബ്സല്യൂട്ട് ആയിട്ടുള്ള ഡിവോഷനാണ് ഉണ്ടായത്. അപ്പോൾ ഇനി സഞ്ജയൻ പറയുന്ന ചില ഒരു വരികളാണ്. Thus I heard this wonderful dialogue between Lord Krishna and Mahatma Arjuna. മഹാത്മാവായിട്ടുള്ള അർജുനനും ശ്രീകൃഷ്ണനും, പ്രപഞ്ച പ്രഭുവായിട്ടുള്ള ശ്രീകൃഷ്ണനും, causing my hair to stand on end. എൻ്റെ ഇത് കേട്ടിട്ട് എൻ്റെ രോമങ്ങളെല്ലാം എണീറ്റ് നിൽക്കുകയാണ് ഇപ്പോൾ ഭക്തി കൊണ്ട്. By the grace of Guru Sage Vyasa, I heard this most secret and supreme yoga directly from Krishna, the Lord of Yoga, himself speaking to Arjuna before my very eyes of clairvoyance granted by Sage Vyasa. ദൂരെ ഇരുന്നു കൊണ്ട് ദൂരദർശിനിയിലൂടെ ഞാൻ ഇത് മുഴുവൻ കണ്ടു കേട്ടു. അപ്പോൾ ധൃതരാഷ്ട്രയുടെ അടുത്ത് പറയണം, "O king, by repeated remembrance of this marvelous and sacred dialogue between Lord Krishna and Arjuna, I am thrilled at every moment." And completely excited on it. Recollecting again and again, O king, that marvelous form of Krishna, Krishna രൂപം കണ്ടിട്ട് I am greatly amazed and I rejoice. ആ ആത്മചൈതന്യം എന്താണ് എന്ന്, അതാണ് അവിടെ ആ ആന്തരികമായിട്ടുള്ള ഒരു ആ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ് സഞ്ജയൻ. ഈ ആത്മചൈതന്യം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച പ്രഭുവായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ലോഡായിട്ടുള്ള ആ ആത്മചൈതന്യം എൻ്റെ ഉള്ളിലൂടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഈ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന രോമാഞ്ചം, അതാണ് അവിടെ സഞ്ജയനുണ്ടായത്. അപ്പോൾ സഞ്ജയൻ പറയുകയാണ്, "യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമ." ലാസ്റ്റ് ശ്ലോകം. Sanjaya concludes, wherever there is both Krishna and Arjuna, Krishna the Lord of integration, Yogeshwara, and Arjuna armed with the weapons of duty and protection, Dhanurdhara Partha. എവിടെയൊക്കെ ധനുർധരനായിട്ടുള്ള പാർത്ഥനും, അതായത് with the full mental intellectual and physical preparations required to face the challenges that you face. When you are ready, your mind, intellect and the body are ready to face the challenge. When that is ready, with the Yogeshwara Krishna, the Lord of integration, ഈ മനസ്സും ബുദ്ധിയും ശരീരത്തിനെയും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എല്ലാത്തിനും ശക്തി നൽകിക്കൊണ്ട് ഒന്നാക്കിക്കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നതായിട്ടുള്ള ആത്മചൈതന്യവും ഈ BMIയും അർജുനനും കൃഷ്ണനും അർജുനനും എവിടെയൊക്കെ ചേരുന്നുവോ, there will be, അവിടെ ശരിക്ക് ചേർന്ന് കഴിഞ്ഞാൽ there will be everlasting prosperity, ശ്രീത്വം ഉണ്ടാവും, triumphant victory, വെറും വിക്ടറി അല്ല, triumphant victory, വിജയം, ജയമല്ല വിജയം, and limitless fortunes, ബുദ്ധി, ഏറ്റവും ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഗ്ലോറി, and ഫേം ജസ്റ്റിസ്, ധ്രുവാനീതി, ഫേം ആയിട്ടുള്ള ജസ്റ്റിസ്, ഇതെല്ലാം അവിടെ ഉണ്ടാവും. എവിടെയൊക്കെ ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം, സൊസൈറ്റി എടുക്കാം, ഓർഗനൈസേഷൻസ് എടുക്കാം, ഫാമിലി എടുക്കാം, എല്ലാം എവിടെയൊക്കെ ഇത് രണ്ടും ചേരുന്നുവോ അവിടെയൊക്കെ there will be തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ. മതിർമമ, I do not have any doubt. This is my intellectual conviction. മതിഹി മമ, മതിഹി എൻ്റെ മതി പറയുന്നു, ശ്രീ സഞ്ജയൻ പറയാണ്, എൻ്റെ ബുദ്ധി എനിക്ക് പറഞ്ഞു തരികയാണ് അവിടെ
തീർച്ചയായിട്ടും നാശമുണ്ടാവില്ല. ആൻഡ് ദിസ് ഇസ് മൈ. അപ്പൊ ഇത് നമുക്ക് ഒന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് കൃഷ്ണനും അർജുനനും കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട്, അതാണ് ഇതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് അർജുനനും എൻ്റെ ഉള്ളിലുള്ള തന്നെയുള്ള കൃഷ്ണനും ചേർന്ന് കഴിഞ്ഞ് പ്രവർത്തിക്കാനായിട്ടുള്ള ശക്തിയായി മാറണം. അതെന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് ഹെയർ സ്പ്ലിറ്റിംഗ് ചെയ്യാണ് ഞാൻ. കൃഷ്ണൻ ഇപ്പം നമുക്ക് ട്രൂത്ത്, സത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എൻ്റെ ഉൾക്കാഴ്ച, അതാണ് കൃഷ്ണൻ, ദ ട്രൂത്ത്. ആ ട്രൂത്ത് മാത്രം ഉണ്ടായാൽ പോരാ. ഈ ട്രൂത്ത് എൻ്റെ ഉള്ളിലുണ്ട്, സത്യം എന്താണെന്ന് എനിക്കറിയാം, ഒരു കാര്യമില്ല. അർജുനനും വേണം അവിടെ. എന്താണ് അർജുനൻ? ഡൈനാമിസം, മാൻ ഓഫ് ആക്ഷൻ. എനിക്ക് എൻ്റെ മനസ്സും ബുദ്ധിയും ശരീരവും ഉപയോഗിച്ച് ആ സത്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശക്തി എനിക്ക് ഉണ്ടാവണം. അപ്പൊ കൃഷ്ണൻ ട്രൂത്ത്, മാൻ ഓഫ് ആക്ഷൻ അർജുന. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ദ ട്രൂത്ത് ബിക്കം ആക്ഷൻ ഇൻ ദ വേൾഡ്. അവിടെ ടോട്ടൽ വിക്ടറി ആണ്. അപ്പൊ there will be total victory when the truth is സത്യം, when it is conjoined with dynamism. ഇത് രണ്ടും വേണം. അല്ലെങ്കിൽ വെറുതെ സത്യം അതൊക്കെ എനിക്കറിയാമായിരുന്നു, അത് അങ്ങനെ ഇതാണ്, അത് തെറ്റാണെന്ന് ഞാൻ ഇങ്ങനെ എന്നിട്ട് കണ്ണടച്ചിരുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ തെറ്റിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കണം. അതാണ് അർജുനൻ. അത് രണ്ടും ഉണ്ടാവണം. ഹോളിസ്റ്റിക് വിഷൻ എന്താണ്? ആകെ പേഴ്സ്പെക്റ്റീവ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ഉൾക്കാഴ്ച എനിക്കുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ കൃഷ്ണൻ മാത്രം അവിടെ പോരാ. അവിടെ റെഡിനെസ് ടു ലിവ് ദ വിഷൻ, അത് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള എൻ്റെ റെഡിനെസ്സും കൂടി എനിക്കുണ്ടാവണം. അർജുനൻ, ഈ രണ്ട് അർജുനനും കൃഷ്ണനും അവിടെ ചേരുന്നു. അവിടെ there will be lasting prosperity. സ്പിരിച്വൽ വിഷൻ, ആത്മാവിൻ്റെ ആ ഒരു ഉൾക്കാഴ്ച, ആത്മതത്വത്തിനെ പറ്റിയിട്ടുള്ള ഉൾക്കാഴ്ചയും അത് BMI റിയലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയും, അത് രണ്ടും ചേരണം. അപ്പോഴാണ് എവർ ഷൈനിങ് ഗ്ലോറി ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് യുവർ തോട്ട്സ് ആർ ഗ്ലോറിയസ്, യുവർ ആക്ഷൻസ് ബിക്കം ഗ്ലോറിയസ് when that Krishna and Arjuna comes together. Value systems, it could be human value systems and whatever, global systematic systems thinking values, etc. ആ വാല്യൂസ് ആണ് കൃഷ്ണൻ. ആൻഡ് ഡ്യൂട്ടി ബൗണ്ട് റൈറ്റിയസ്നെസ്, അതിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി, സെൻസ് ഓഫ് ഡ്യൂട്ടി, അതാണ് അർജുനൻ. ഇത് രണ്ടും ചേർന്ന് കഴിയുമ്പോൾ ലോ ആൻഡ് ഓർഡർ, സസ്റ്റൈൻഡ് പ്രോഗ്രസ് ഒക്കെ സൊസൈറ്റിയിലും ജീവിതത്തിലും ഓർഗനൈസേഷനിലും ഫാമിലിയിലും ഒക്കെ ഉണ്ടാവും. ഗുഡ്നസ്, കൃഷ്ണൻ കമ്പൈൻഡ് വിത്ത് സ്മാർട്ട്നെസ്, അർജുന ഇന്നർ അൺഫോൾഡ്മെന്റ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അൺഫോൾഡ്മെന്റ് ഉണ്ടാവുന്നത്. രണ്ടും ഗുഡ്നസ് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് ഇറ്റ് ഹാസ് ടു ബിക്കം സ്മാർട്ട് ആക്ഷൻസ് ഇൻ ദി ഔട്ട്സൈഡ് വേൾഡ്. ചേരണം. അർജുനനും കൃഷ്ണനും ചേരുമ്പോൾ ഇന്നർ അൺഫോൾഡ്മെന്റ്. വിസ്ഡം, സെക്യുലർ നോളജ് വെൻ കമ്പൈൻഡ് വിത്ത് വിസ്ഡം, കൃഷ്ണ knowledge, Arjuna when combined with wisdom, Krishna, there will be എന്താണ്ടാവുക? പ്രോസ്പെരിറ്റി. റിനൗൺസിയേഷൻ, നിവൃത്തി, ആൻഡ് ആക്ഷൻ, പ്രവൃത്തി. ഇത് രണ്ടും ചേർന്ന് കഴിയുമ്പോൾ റിനൗൺസിയേഷനും ആക്ഷൻ. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം മാറിയിരിക്കലല്ല. റിനൗൺസിയേഷൻ ഈസ് അബൌട്ട് ഷണ്ണിങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് എൻഗേജിങ് ഇൻ ആക്ഷൻ. പ്രവൃത്തിയിലെ നിവൃത്തി മാർഗത്തിലൂടെ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നതാണ് കൃഷ്ണനും അർജുനനും തമ്മിൽ ചേരുന്ന കാഴ്ച. ബാലൻസ്ഡ് ഔട്ട്ലുക്ക്. അപ്പോഴാണ് നമുക്ക് ബാലൻസ്ഡ്, ഇക്വാനിമസ്, ഇക്വിപോയിസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആൻഡ് ഇന്റലക്ട് നമുക്കുണ്ടാവുന്നത്. ഇൻസ്പിരേഷൻ, when it is combined with perspiration, then there is practical creativity. Krishna, inspiration, the joys of the self, and perspiration, putting it into practice, അതിനുള്ള ശ്രമങ്ങൾ, that is Arjuna. ഇത് രണ്ടും ചേർന്ന് കഴിയുമ്പോൾ പ്രാക്ടിക്കൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. This supreme motivations of the joys of the self integrates the body, mind and intellect. The sense of duty and right attitudes to work provide the weapons. അപ്പോൾ sense of duty, right attitudes to work are the wealth of weapons. Arjuna, within us, the supreme motivation for the joys of the self is the yoga aspect. അതാണ് യോഗേശ്വര കൃഷ്ണൻ. And Dhanurdhara Partha. When they combine, there is everlasting happiness, success and fulfillment. There is complete self-actualization. അപ്പം അതുകൊണ്ടാണ് ഒന്നാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ 1:1 ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ
ധർമ്മ എന്നുള്ള വാക്കിൽ നിന്നാണ് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് BG ends with the എന്താണ് ഇപ്പം അവസാനം ചെയ്തത്? യത്ര യോഗേശ്വര കൃഷ്ണോ തത്ര യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ബുധിർ ധ്രുവ നീതിർ മധിർ മമ. മമ എന്നുള്ള വാക്കിലാണ് അവസാനിച്ചത് 1878. അപ്പോൾ ധർമ്മ മമ. If you look at Bhagavad-Gita in 2 words, it is dharma mama. Mama dharma. അതാണ് ഭഗവത്ഗീത. ഓക്കെ, അതാണ് നമുക്ക് പറഞ്ഞു തന്നത് മമധർമ്മം. Follow the path of good in every field of action. Mama dharma. Follow dharma. Be good. Do good everywhere and always. That is mama dharma. അതാണ് ഗീത. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രയിൽ തുടങ്ങി ധ്രുവ നീതിർ മധിർ മമ മമ എന്നുള്ള വാക്കിൽ അവസാനിച്ച അതിൻ്റെ ഇടയിലുള്ള എല്ലായിടത്തും കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ധർമ്മം മമധർമ്മമായി മാറുന്നു ഭഗവത്ഗീത. ഓക്കെ, ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്യാസയോഗോ നാമ 18 അങ്ങനെ 18-ാം അധ്യായം അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തീർത്തും അത് തീരുന്നതിന് മുമ്പ് ഒരു ദിസ് ഈസ് സംതിങ് ദാറ്റ് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ ഭഗവത്ഗീത ഇതിൽ ഞാൻ അവിടെ അന്ന് സബ്മിറ്റ് ചെയ്തതായിട്ടുള്ള വേറൊരു 3 ബുള്ളറ്റ് ആയിട്ടുള്ള ഭഗവത്ഗീത ഇൻ 3 bullets. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ ഹാഡ് നമ്മുടെ അന്ന് സബ്മിറ്റ് ചെയ്ത ഒരു ചാർട്ടാണ്. 3 ബുള്ളറ്റ്, ഗോൾഡൻ ബുള്ളറ്റ്സ് ഓഫ് ഭഗവത്ഗീത. അത് ഓഫ് കോഴ്സ് അത് നടുവിൽ 3 ആണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാടാവും. ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഗീത ഈസ്. ഭഗവത്ഗീത ഇൻ 3 bullets. എന്താണ് ഫസ്റ്റ് ബുള്ളറ്റ് എന്താണെന്ന് വെച്ചാൽ ബി അൺസെൽഫിഷ്. ഇവിടെ ഞാനത് കാണിച്ചിട്ടുണ്ട്. ബി അൺസെൽഫിഷ്. ഫസ്റ്റ് ബുള്ളറ്റ് ഇസ് ബി അൺസെൽഫിഷ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ ഭഗവത്ഗീത എന്താണ്? ബി അൺസെൽഫിഷ്, ഫസ്റ്റ് ബുള്ളറ്റ്. ഇനി അത് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. പിന്നെ രണ്ടാമത്തത് ബി പ്രൊഡക്റ്റീവ്, സെക്കൻഡ് ബുള്ളറ്റ്. 3 and gain in your capabilities, self-actualize, become powerful, more and more capabilities acquire ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 3 ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്, പ്രാക്ടിക്കൽ ഭഗവത്ഗീത. അപ്പോൾ ബി അൺസെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സെൽഫ്, യു ഹാവ് ടു ഹാവ് ഹയർ ഗോൾസ്, യു ഹാവ് ടു ഹാവ് സിസ്റ്റംസ് തിങ്കിങ്, ഗ്ലോബൽ തിങ്കിങ്, അങ്ങനെ ഇതെല്ലാം പലതും ഇവിടെ പറയണ്ട. അൺസെൽഫിഷ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ദാറ്റ് സീക്ക് ടു സാറ്റിസ്ഫൈ ദ ഇന്നർ സെൽഫ്, ജോയ്സ് ഓഫ് ദ സെൽഫ്, ഗെറ്റ് റിഡ് ഓഫ് സെൽഫിഷ്നെസ്, think in terms of the system, individual alla, and through every thought and action, more people you benefit better. ആവുന്നത്ര മറ്റുള്ളവരെ സഹായിക്കുക. ബി പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോഴോ അവിടെ സെൽഫ്ലെസ്നെസ്, റിനൗൺസിയേഷൻ, മോട്ടിവേഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡ്യൂട്ടീസ്, സെൽഫ് മാനേജ്മെന്റ്, ആപ്റ്റിറ്റ്യൂഡ്, നോളജ്, ഡിസ്പാഷൻ എന്നൊക്കെ പറയുന്ന ക്വാളിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ കർമ്മത്തിലും ഭക്തിയിലും ജ്ഞാനത്തിലും ഒക്കെ കണ്ടിരുന്നു. ആൻഡ് ദെൻ സെൽഫ് ആക്ച്വലൈസ് ത്രൂ അലേർട്ട്നെസ്, ഉദരേതാത്മനാത്മാനം, being more and more productive, enhancing nobility, excellence, and fully actualizing yourself. അങ്ങനെ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ ചെയ്യുന്നതായിട്ടുള്ള ഇതാണ് ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്ന തത്വങ്ങൾ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 26 മുതൽ 8 മാസത്തിൽ കൂടുതലായി നമ്മൾ 701 ശ്ലോകങ്ങളാണ് ഇവിടെ തീർത്തത്. അന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇത്രയും നാൾ ഇത് മുഴുവൻ എനിക്ക് പറഞ്ഞു തരാൻ ആയിട്ട് ശക്തിയായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നിരിക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നവർ എൻ്റെ അച്ഛനും അമ്മയാണ്. ആ അച്ഛനും അമ്മയ്ക്കും ബാക്കിയുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും ബാക്കിയുള്ളവർക്കും എല്ലാം മാർപ്പണം ചെയ്തുകൊണ്ട് ഇത്രയും ദിവസം നമ്മൾ 26 ഒക്ടോബർ വിജയദശമിയിൽ തുടങ്ങിയ ഈ തപസ്യ ഇന്ന് 10th ജൂലൈ ഞാനിവിടെ അത് സമർപ്പിക്കുകയാണ്. ഇനി അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് 1-2 ആഴ്ച ബ്രേക്ക് വരും. കാരണം ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒക്കെ അൺസർട്ടനിറ്റിയുള്ളതുകൊണ്ടാണ്. അത് ഞാൻ എന്നാന്ന് പറയാം. ഐ എം ഗോയിങ് ടു ഹാവ് നെക്സ്റ്റ് സെഷൻ. അത് ഡേറ്റ് ഞാൻ പറയാം. ദ കൺസൈസ് Gita-Intelligence എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ചിന്തിക്കാം. അടുത്ത ആഴ്ച ഇതാണ്. അടുത്ത ആഴ്ച മീൻ നോട്ട് ദ നെക്സ്റ്റ് വീക്ക്. ഐ വിൽ ടെൽ യു വാട്ട് ഇറ്റ് ഇസ്. We will do that in next week. But before that, let us also sing a bhajan and conclude this with our Purnamada mantra. As usual, a bhajan and then
ക്ഷീരാബ്ദിശയന നാരായണ ക്ഷീരാബ്ദിശയന ക്ഷീരാബ്ദിശയന നാരായണ ക്ഷീരാബ്ദിശയന ശ്രീലക്ഷ്മി രമണ നാരായണ నారాయణ హరి నారాయణ 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 శ్రీమన్నారాయణ నారాయణ నరహరి రూప నారాయణ నరహరి రూప నరహరి రూప నారాయణ నరహరి రూప వైకుంఠవాస నారాయణ వైకుంఠవాస వైకుంఠవాస నారాయణ వైకుంఠవాస వైదేహి మోహన నారాయణ హే వైకుంఠవాస నారాయణ వైకుంఠవాస వైదేహి మోహన నారాయణ నారాయణ లక్ష్మీ నారాయణ నారాయణ లక్ష్మీ నత జన పరిపాలన నారాయణ నత జన పరిపాలన క్షీరాబ్ది శయన నారాయణ క్షీరాబ్ది శయన క్షీరాబ్ది శయన నారాయణ క్షీరాబ్ది శయన శ్రీలక్ష్మి రమణ నారాయణ నారాయణ లక్ష్మీ నారాయణ 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 శ్రీమన్నారాయణ నారాయణ నరహరి రూప నారాయణ నరహరి రూప నారాయణ వైకుంఠవాస నారాయణ వైకుంఠవాస వైదేహి మోహన నారాయణ వైకుంఠవాస నారాయణ వైకుంఠవాస వైదేహి రమణ నారాయణ నారాయణ హరి నారాయణ నారాయణ నరహరి రూప నారాయణ నరహరి రూప నారాయణ క్షీరాబ్ది శయన నారాయణ శ్రీలక్ష్మీ రమణ నారాయణ Rishi? Yes, Nisha. Yes. Rishi, I just want to say, Vijayadashmiki Todangi in Avasancha 18 chapters, itra simple language, itra crisp aita, yankoka parnju anna with lot of strategies to implement in our daily lives. I'm sure they will agree that
it has helped them immensely. Day-to-day life, നമ്മൾ ഓരോ challenges face ചെയ്യുമ്പോൾ definitely we have used Gita. I'm sure all of us here will agree. അപ്പോൾ ഒരു ചെറിയ token of gratitude ആയിട്ട് I want to ask all of my friends here to give you a standing ovation. This is very small token, Sadeji. What you have given us is a big gem of wisdom. I'm sure many of them here also completely agree with you, Nisha. Completely. We were really fortunate to attend all these 18 chapters. Completely agree. Sadeji, ഞങ്ങൾക്കൊക്കെ blessings വേണം സതീഷിന്റെ അടുത്തുനിന്ന്. ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ കൊണ്ടുവരാനുള്ള ആ ഒരു ശക്തി നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി അഗ്രി വിത്ത് നിഷ. അന്തര്യാമിയായും സർവന്തര്യാമിയായിരിക്കുന്ന ആത്മചൈതന്യം തന്നെ എല്ലാവരെയും സഹായിക്കും തീർച്ചയാണ്. സതീഷ് എന്ന് പറഞ്ഞ പോലെ ഐ തിങ്ക് those who impart the knowledge of the Gita is closest to the self. So you are very close to the self. താങ്ക് യു എവരി വൺ ഫോർ ആക്ച്വലി കഴിഞ്ഞ 36 സെഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് മുമ്പോട്ട് പോകാൻ സാധിച്ചത്. ആകെ ഒരാഴ്ച മാത്രമേ നമുക്ക് ബ്രേക്ക് വന്നിട്ടുള്ളൂ. 37 ആഴ്ചകളിലൂടെ ആയിട്ടാണ് നമ്മളത് തീർത്തത്. ഒരു ബ്രേക്ക് വന്നു, ബാക്കി 36. പക്ഷെ അന്ന് തുടങ്ങുമ്പോൾ 26-ാം തീയതി ഒക്ടോബറിൽ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ അവസാനിക്കുമ്പോൾ എത്ര 36 ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഏകദേശം അത്ര വേണ്ടി വരും എന്നറിയാമായിരുന്നു. അവിടെ വരെ അത് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു സംരംഭമായിട്ട് തന്നെയാണ് ഞാനതിനെ കണ്ട് മുമ്പോട്ട് കൊണ്ടുപോയതും. അതിനുള്ള ശക്തി ഈ പറഞ്ഞ പോലെ ഇവിടെ എൻ്റെ അച്ഛനും അമ്മ മുതലുള്ളവരാണത് തന്നിരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങളെല്ലാവരും അതിന് ആ അനുഗ്രഹം ശരിയായ എന്താണ് സ്വാർത്ഥീകരിക്കുവാനായിട്ട് സഹായിച്ചിട്ടുള്ളതാണ്. Thank you. Thank you, Balu. Thank you, Balu. Okay, thank you. Good night. Okay. Sadishji, I was very lucky, you know, out of your 36 classes, only one I missed. Yes, I know. Only one you missed, yes. Yes, because of certain emergency. But I tell you, it was one of the greatest satsangs I have ever had. Thank you, Anandji. And you have always been a guiding light in the discussions and all. And your presence was an inspiration for me. Absolutely, no doubt about that. No, it was other way. You know, I was I was always looking for this Saturday. You know, all the time. It was a great. Thank you very much. 8 months, great 8 months, feast. And you know, the most important thing what I felt today is that 1860, you know. Yeah. See, you know, that is always, we think we have learned, but you know, tomorrow morning we become 1860. Yes. We are back to 1860. That is one of the greatest, I feel that is one of the greatest slokas, you know, which has to be remembered. Latest slogas of reality. Yes.